അടർത്തിയെടുത്തിട്ട് ഭാഗവതത്തിനെ കാണാൻ പാടില്ല ശരിക്കും. ഭാഗവതം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്ത് ഗീത വേണം, ഇപ്പുറത്ത് ഭാരതം വേണം, കുറച്ച് രാമായണം വേണം, എല്ലാം വേണം. കാരണം ഇതിൻ്റെ ഒക്കെ പരിപക്വമായിട്ടുള്ള ഈ ഇതിഹാസ പുരാണങ്ങളുടെയൊക്കെ ഒരു ഈ ഇതിഹാസ പുരാണങ്ങളുടെയൊക്കെ പരിപക്വമായിട്ടുള്ള നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ഇതിഹാസ പുരാണങ്ങളുടെയൊക്കെ പരിപക്വമായിട്ടുള്ള ഫലമാണ് വാസ്തവത്തിൽ നമുക്ക് ഭാഗവതത്തിൽ കിട്ടുന്നത്. ഭാഗവതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അർത്ഥമറിയാതെ ഇതിലെ ഏത് ഭാഗത്തിനെ സമീപിച്ചു കഴിഞ്ഞാലും അത് വെറും കഥ മാത്രമായിട്ട് നിൽക്കും. കഥ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഥ നടന്നിട്ടുണ്ട്, എന്നാൽ കഥ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കഥ നടന്നിട്ടില്ല. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 29 വർഷം ആയിട്ട് ഇവിടെ ഭാഗവത സപ്താഹം നടന്നു എന്നാണ് പറയുന്നത്. അടുത്ത വർഷം ഇതും കഥയാണ്, നമ്മളും കഥയാവും കുറച്ച് വർഷം കഴിയുമ്പോൾ. ഈ ക്ഷേത്രം പണിതവരാരും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എല്ലാം കഥയായിട്ടാണ് പോകുന്നത്. ആ അർത്ഥത്തിൽ വേണം ഇതിനെ നോക്കിക്കാണാൻ. അപ്പോൾ ഒന്നാം ദിവസം രാവിലെ തന്നെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അത് കഥ മാത്രമാണെന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ പറ്റില്ല, നടന്നതാണ്. എന്നാൽ അത് കഥയാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ കാണുമ്പോൾ നമ്മളത് അപ്പോൾ അനുഭവിക്കുന്നു, അത് ശരിക്കും അനുഭവിക്കുന്നുണ്ട് നമ്മൾ. ഞാൻ ഇന്നലെ പറഞ്ഞു പല അനുഭവങ്ങൾ പറഞ്ഞു, ആന ഓടിക്കുന്നതും സർപ്പം കൊത്താൻ വരുന്നതും ഒക്കെ അത് നമ്മളപ്പോൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഉണർന്നു കഴിയുമ്പോൾ അല്ലാന്ന് തോന്നുന്നത് ഇതും സ്വപ്നമാണ്. ഇതിന്നൊരു ഉണർച്ചയുണ്ട് നമുക്ക്. ഇപ്പം ഇരിക്കുന്നതും സ്വപ്നമാണ്, ഇതിന്നിനി ഉണരണം. ആ ഉണരുമ്പോൾ ഇതൊക്കെ കഥയാണെന്ന് തോന്നും. കഴിഞ്ഞ നമ്മുടെ ദിവസങ്ങൾ, കഴിഞ്ഞ നിമിഷങ്ങൾ, ഇപ്പം തിരുമേനി 9 അധ്യായം ഇവിടെ വായിച്ചത് വരെ ഇപ്പോൾ കഥയായി കഴിഞ്ഞു, കടന്നുപോയി. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റതും വണ്ടി കിട്ടാൻ കഷ്ടപ്പെട്ടതും ഇവിടെ എങ്ങനെയൊക്കെയോ എത്തിയതും ഒക്കെ കഥയായി കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ അനുഭവ രൂപേണ നമ്മുടെ അകത്തേക്ക് ചെന്നു. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആന്തരിക പ്രവർത്തനത്തിന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാൻ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പിന്നെ ആധ്യാത്മികതയുടെ കട്ടിയുള്ള ചാറ്, നമ്മൾ അരവണ പായസം ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരപ്പന് രാവിലെ ഒരു അരവണ ഉണ്ടാക്കും. ഒരു അരവണ എന്ന് പറയാൻ പറ്റില്ല, കട്ടും അതിലുള്ളൊരു പായസമുണ്ട്. അത് പുറത്തേക്ക് കിട്ടാറില്ല, കുറച്ചേ ഉണ്ടാക്കുള്ളൂ. സ്വർണ്ണുരുളിയിൽ കുറച്ച് കൊടുക്കും. ഞാൻ ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മേശാന്തി മുറി പോയി കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ കിട്ടാറുണ്ട്. അവിടെ ഇരിക്കേണ്ട ആർക്കും വേണ്ട, കാരണം കഴിക്കാൻ പറ്റില്ല, അത്രയും മധുര. ഇങ്ങനെ നാക്കി വെച്ചാൽ കിക്കാവും. ഇപ്പം ഞാൻ ചോദിക്കും, രാവിലെ തന്നെ ഇതൊക്കെ അടിച്ചിട്ടാണോ നിൽക്കണത്? എങ്ങനെയാണ് ഇത് അകത്ത് ചെല്ലണമെന്ന് ചിന്തിക്കും. അത്ര മധുരമാണ്, അത്ര കട്ടി. അതുപോലെ ഉള്ള ആധ്യാത്മികത ഭാഗവതത്തിൽ കാണാം. ചില സ്ഥലത്ത് ആധ്യാത്മികതയെ കാണില്ല. ആധ്യാത്മികതയെ ഇല്ലാണ്ട് ലൗകികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകണ്ടാവും. വീണ്ടും ആധ്യാത്മികത വരും. പക്ഷേ ആധ്യാത്മികത നമുക്ക് തോന്നിയാലും ലൗകികമായിട്ട് തോന്നിയാലും ഇതിൻ്റെ അകത്ത് പോകുന്നൊരു അന്തർധാരയുണ്ട്. ഈ അന്തർധാരയുടെ അകത്ത് മുഴുവൻ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ LKG ഇരിക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും, 1ാം ക്ലാസ്സിലിരിക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും, 10ാം ക്ലാസ്സിലിരിക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും, PhD ആയിരിക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചിട്ട് LKG ഇരിക്കണമെന്ന് പറയണത് PhD ഇരിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്, PhD ഇരിക്കണം പറഞ്ഞു LKG ഒന്നും അറിയുന്നില്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. നമ്മുടെ പ്രശ്നം നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഈ പല തലങ്ങളിൽ നിന്നിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അടിയുണ്ടാക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരണം. നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ എന്താ, എന്തുകൊണ്ടാണോ മായയെന്ന് രക്ഷപ്പെടേണ്ടത് അതുണ്ടാക്കണ മായയിൽ നമ്മൾ പെടും. അതുകൊണ്ടാണ് ഉദ്ധവനെ അവസാനം ഭഗവാൻ ഓടിച്ചു വിടുകയാണ് ബദരിയിലേക്ക്. എൻ്റെ രൂപത്തിൽ നീ കുടുങ്ങിക്കിടക്കണമെന്നാണ് പറഞ്ഞു. ഉദ്ധവനെല്ലാം അറിയാം. അർജുനെ പോലെ കൂടെ വൈകാരിക ജീവിയൊന്നുമല്ല. ഉദ്ധവ ബുദ്ധിസത്തമാണെന്നാണ് വിളിച്ചിട്ടുള്ളത്. ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ഉദ്ധവനാണ്. ആ ഉദ്ധവൻ ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭഗവാനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല, അയ്യോ നീ ശരീരം ഉപേക്ഷിക്കാൻ പോകണമെന്ന് ചോദിച്ചിട്ട് വിഷമിക്കുമ്പോൾ നീ എൻ്റെ ശരീരത്തിൽ രൂപത്തിൽ കുടുങ്ങിക്കിടക്കണു. ഈ രൂപത്തിൽ കുടുങ്ങിയാലും പ്രശ്നമാണ്, ഇതും മായയാണ്. നിങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹം ഇപ്പോൾ എവിടെയാണ്? അതിൻ്റെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, നിങ്ങൾ എത്രയോ കാലം പോയിച്ചാണ്, അതേതോ പുഴയെ കൊണ്ട് ഒഴുക്കി, അതിപ്പോൾ എവിടെ പോയി? ദേവകി പ്രസവിച്ച ശരീരം ഇന്ന് ഭൂമിയിലില്ല. അത് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മളെ മാതിരി തന്നെ പിച്ചി അതിനും വേദനിക്കുമായിരുന്നു. അതിന്ന് ഭൂമിയിലില്ല. ഭഗവാന്റെ നാമം, ഭഗവാന്റെ ബ്രഹ്മസ്വരൂപം മാത്രമാണ്
സനാതനമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് രൂപത്തിലും കുടുങ്ങരുത്. ഭാഗവതം പറയണു, രൂപത്തിലും കുടുങ്ങരുത്. ഈ ബോധത്തോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പം 4-ാമത്തെ സ്കന്ധത്തിൽ നാരദ മഹർഷി പ്രാചീന ബർഹിസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബർഹിഷ്മന്നേതധ്യാത്മം പാരോക്ഷ്യണ്യപ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവന എന്നാണ് പറഞ്ഞത്. ഭഗവാന് പരോക്ഷമായിട്ട് പറഞ്ഞാണ് ഇഷ്ടം. അവിടെ ഗ്രാമത്തിലൊക്കെ പാലക്കാടൊക്കെ തമിഴ് സമ്പ്രദായത്തിലൊക്കെ നമ്മൾ പൂജ കഴിക്കുന്ന സമയത്ത് ഈ വാക്ക് ഈ പരോക്ഷപ്രിയാദേവ എന്നങ്ങോട്ട് പറയും. ഏത് പൂജയുടെ അവസാനത്തിലും ഈ മുദ്രകൾ ഉണ്ടാക്കിയത് അതിനൊക്കെയാണ്. മഹാദേവൻ ശബ്ദിക്കില്ല. മഹാദേവനാണ് മുദ്രകളുടെ ഉപജ്ഞാതാവ്. മഹാദേവൻ വർത്താനം പറയില്ല. നമ്മൾ കരുതുന്ന കാര്യമല്ല. നമ്മൾ സീരിയലിലൊക്കെ ഭഗവാൻ സംസാരിക്കുന്നതാണ്. മഹാദേവൻ സംസാരിക്കില്ല. 3 തരത്തിലാണ് മനുഷ്യൻ്റെ ഊർജ്ജം നഷ്ടപ്പെടണം. സംസാരിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ലൈംഗികമായിട്ട്. ഇത് 3 നിയന്ത്രിക്കലാണ് വ്രതം. ഇത് 3 ഇല്ലെങ്കിൽ കാര്യമില്ല. ശബ്ദിക്കുകയില്ല ഭഗവാൻ. വീര്യവും സംരക്ഷിക്കും, ഭക്ഷണവും കഴിക്കില്ല. അതുകൊണ്ട് ദഹനത്തിന് ഊർജം പോകുന്നില്ല. ശിവൻ അങ്ങനെയാണ്. ആ ശിവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയവിനിമയം നടത്തണമല്ലോ. അതിനുവേണ്ടി ആദ്യം ഉണ്ടാക്കിയ മുദ്ര ഇതാണ്. ദക്ഷിണാമൂർത്തിയായിട്ട് ആ തെക്കോട്ട് നോക്കിയിട്ട് സനകാദികൾക്ക് അങ്ങോട്ട് ഇരുന്ന് കൊടുത്തു. ആണ് ഗുരുപൂർണിമ. ഗുരുപൂർണിമ നമ്മളിന്ന് വ്യാസൻ്റെ ജന്മമായിട്ടാണ് പറയണമെങ്കിൽ ഗുരുപൂർണിമ ദക്ഷിണാമൂർത്തിയായിട്ട് ലോകത്തിൽ ആദ്യത്തെ ഗുരുവായിട്ട് ഭഗവാൻ ജനിച്ച അഥവാ അവതരിച്ച ദിവസമാണ്. അങ്ങനെ മുദ്രകളിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുക, പ്രാചീന ബർഹിസെ ലോകസ്രഷ്ടാവായിട്ടുള്ള ഗുരുവായൂരപ്പന് പരോക്ഷവർണ്ണനം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ആത്മജ്ഞാനം നിനക്ക് പരോക്ഷമായിട്ട് പറഞ്ഞു തന്നതെന്ന്. എന്തുകൊണ്ടാണ് ഈ കഥയുടെ രൂപത്തിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാണ് ഭഗവാൻ ഇഷ്ടം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പരോക്ഷമായിട്ട് പറഞ്ഞു കൊടുക്കണത്? സ്പൂൺ ഫീഡ് ചെയ്യരുത്. മറ്റ് മതപദ്ധതികൾ സ്പൂൺ ഫീഡ് ചെയ്യണു ജനങ്ങളെ. നമ്മുടെ ഇതിൻ്റെ ഗുണവും ദോഷവും കിടക്കണതും അവിടെയാണ്. സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല, ഇട്ട് തരണു. ബാക്കി പണി നമ്മുടെയാണ്. വിളമ്പി വെച്ച് തരുന്നുണ്ട്, എടുത്ത് കഴിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ സ്പൂൺ ഫീഡ് ചെയ്യാതെ പറഞ്ഞു തരികയാണ്. ഈ ബോധത്തോടു കൂടി വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളുണ്ട്. സൂതൻ നൈമിഷാരണ്യത്തിലേക്ക് വരണം. അവിടെ ശൗനകാദികൾ ഒരു യാഗത്തെ ചെയ്യണം. ശൗനക മഹർഷിക്കൊന്നും ഒന്നും അറിയാത്തതല്ല. അവരൊക്കെ എല്ലാം മറുകര കണ്ട, ശാസ്ത്രങ്ങളുടെ മറുകര കണ്ട, അധ്യാത്മവിദ്യയുടെ മറുകര കണ്ട ആൾക്കാരാണ്. അവർക്ക് ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനൊരു സെറ്റിങ് ഉണ്ടാക്കേണ്ട ആവശ്യവും വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചത്? നമുക്ക് വേണ്ടി ചോദിച്ചാൽ. നമുക്കറിയില്ല. നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് സൂതനെ പോലൊരു മഹാത്മാവിനെ കണ്ടപ്പോൾ അത് ചോദിച്ചതും അത് റെക്കോർഡ് ചെയ്ത് വെച്ചതും. അവർക്ക് അത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിലൊരു 6 ചോദ്യങ്ങൾ. ആ 6 ചോദ്യങ്ങളാണ് എഴുതിവയ്ക്കപ്പെട്ടിട്ടുള്ളത്. വേറെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുമ്പോൾ അതിന് അടുത്ത ചോദ്യം ഉണ്ടാവാം, അടുത്ത ചോദ്യം ഉണ്ടാവാം. അങ്ങനെയാണ് പഴയ കാലത്ത് ചോദ്യവും ഉത്തരവുമായിട്ടാണ് അറിവ് പകർന്നിരുന്നത്. ഇന്നത്തെ പോലെ ഒരാളിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളൊക്കെ മിണ്ടാണ്ട് കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല പണ്ട് ജ്ഞാനം പകർന്നുകൊണ്ടിരുന്നു. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. ശരിക്കും ഭാഗവതം അങ്ങനെ ചർച്ചയായിട്ട് വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. എന്നെങ്കിലും സാധിക്കണം എന്നാണ്. പക്ഷെ അത് നടത്താൻ 100 ദിവസം 150 ദിവസമെങ്കിലും വേണ്ടി വരും. അങ്ങനെ ഒരു വിദ്വൽ സഭയായിട്ട് ഭാഗവതം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഭാഗവതം അവിടെ ആഴ്ന്നിറങ്ങും നമ്മുടെ അകത്തേക്ക്. അങ്ങനെ ഇറക്കാൻ സാധിക്കണം. പക്ഷെ ആദ്യത്തെ ചോദ്യമാണ്, എന്താണ് എല്ലാ ജീവജാലങ്ങൾക്കും സകല ജീവരാശികൾക്കും ഏറ്റവും നന്മയെ ചെയ്യണമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കാമ്പ്. രണ്ടാമത്തെ ചോദ്യം, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണ്? ഇത്രയും ഗ്രന്ഥങ്ങളുണ്ടല്ലോ നമുക്ക്, ഇതിൻ്റെയൊക്കെ ആന്തരിക സാരം എന്താണ് എന്ന് ചോദിക്കണം. അത് കഴിഞ്ഞാൽ വ്യാസൻ എന്തിനാണ് ഭാഗവത പുരാണത്തിനെ എഴുതിയത്? അത് എഴുതാനിടയായ സാഹചര്യം എന്താ? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളും അവതാരങ്ങളുടെയും വർണ്ണനകൾ എങ്ങനെയൊക്കെയാണ്? ഇങ്ങനെ 4ാമത്തെ ചോദ്യം ചോദിക്കണം. 5ാമത്തെ ചോദ്യമായിട്ട് ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിച്ചതും ദുഷ്ടന്മാരെ ശിക്ഷിച്ചതും എന്നാ ചോദിക്കണം. അതിനുശേഷം എങ്ങനെയാണ് ധർമ്മം സംരക്ഷിക്കപ്പെട്ടത് ഭഗവാൻ ഭൂമി ഉപേക്ഷിച്ച് പോയതിന് ശേഷം? അതൊരു പ്രധാന ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം നോക്കൂ, ഭഗവാൻ ഭൂമി ഉപേക്ഷിച്ച് ശരീരം വിട്ടു പോയതിന് ശേഷം ധർമ്മം എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിലനിന്നത് എന്നിങ്ങനെ വിശേഷമായിട്ടുള്ള 6 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, കാരണം ഇതാണ് നമുക്ക് വേണ്ടത്.
ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഭാഗവതം മുഴുവൻ ഇനി വരണ 7 ദിവസം നമുക്ക് ഇന്നത്തോട്ട് കിട്ടുന്നത്. എല്ലാ ജീവരാശികൾക്കും നന്മ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാന സാരം എന്താണ്, അത് ചോദിച്ചു. അടുത്തത് ചോദിക്കുന്നു, വ്യാസൻ എന്തിനാണ് ഭാഗവതം എഴുതിയത് എന്ന് ചോദിച്ചു. അതിനുശേഷം ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ച് ചോദിച്ചു. അതിനുശേഷം ഭഗവാൻ എങ്ങനെയാണ് ധർമ്മസംരക്ഷണം നടത്തിയതും ദുഷ്ടന്മാരെ ശിക്ഷിച്ചതെന്ന് ചോദിച്ചു. ധർമ്മം എങ്ങനെയാണ് ഭഗവാന്റെ വിടവാങ്ങലിന് ശേഷം ഭൂമിയിൽ നിലകൊണ്ടതെന്നും ചോദിച്ചു. വാസ്തവ അതിനുത്തരമായിട്ടാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടുള്ള അക്ഷരാവതാരമായിട്ടുള്ള, നമ്മൾ വിഗ്രഹങ്ങളെ അർച്ചാവതാരം എന്നാണ് പറയുക, അർച്ചിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്തിട്ടുള്ള അവതാരങ്ങൾ നീ ഓരോന്നും ആരോ ഉണ്ടാക്കിയതെന്നുള്ളതല്ല, നമ്മളതിൽ ഭഗവാനെ കാണാൻ തുടങ്ങിയാൽ അത് ഭഗവാന്റെ അവതാരമാണ്. ഇതിനെ അർച്ചാവതാരം എന്നാണ് വിളിക്കുക. അത് മെറ്റലായിരിക്കാം, അത് ഫോട്ടോ ആയിരിക്കാം, ഇത് വിഗ്രഹമായിരിക്കാം, പേപ്പർ പൾപ്പായിരിക്കാം, എന്താവട്ടെ അവതാരമാണ്. അതുകൊണ്ട് ഭഗവാനെ എടുത്തുകൊണ്ട് വരണ പോലെ തന്നെ വേണത് കൊണ്ടുവരാനെന്നാണ്. അതേപോലെ ഗ്രന്ഥാവതാരമാണ് ഭാഗവതം. ശരീരം ഉപേക്ഷിച്ചപ്പോൾ തൻ്റെ തേജസ്സിനെ ഭാഗവതത്തിൽ നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിൻ്റെ സൂത്രങ്ങളുടെ വിസ്തൃതമായിട്ടുള്ള വ്യാഖ്യാനമാണെന്നുള്ളതാണ് സൂതൻ ആദ്യം പറഞ്ഞു വയ്ക്കുന്ന കാര്യം. വ്യാസൻ ആദ്യം ബ്രഹ്മസൂത്രം എഴുതി. പക്ഷെ ആ ബ്രഹ്മസൂത്രത്തിൽ ഭഗവാനെ ചേർത്ത് വെച്ചില്ല, വെറും ശുദ്ധജ്ഞാനം മാത്രം എഴുതി വെച്ചു. അതിൽ ഭക്തിയും കൂടെ ചേർത്ത്, ആനയ്ക്ക് എങ്ങനെയാണോ കയപ്പേറിയിട്ടുള്ള മരുന്ന് ശർക്കര ചേർത്തിട്ട് കൊടുക്കുന്നത് അപ്പോഴേ അത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടൊക്കെ കൊടുക്കുന്നത് കയപ്പുള്ള മരുന്ന്, അതുപോലെ നമുക്കും ഭക്തിയുടെ മധുരം ചേർത്തിട്ട്, തേന് ചേർത്തിട്ട്, പുരന്ദരദാസൻ പാടിയിട്ടുണ്ട്, ഹൃദയത്തിലെ പ്രേമമാകണ പാലിൽ സമർപ്പണമാകണ പഞ്ചസാര ചേർത്തിട്ട് ഉപാസനയാകണ അരിയിട്ട് വേവിച്ചിട്ടുള്ള പാൽപ്പായസം അത്ര ഭഗവാന് കൊടുക്കേണ്ടത്. മക്കൾ പാൽപ്പായസം കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്ന് കരഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, സമ്പന്നത ജീവിച്ചവരാ, പൈസ ഇല്ല കയ്യിലിപ്പോൾ, എല്ലാം ഉപേക്ഷിച്ചു ഭഗവാന് വേണ്ടിയിട്ട്. അപ്പോൾ ഭർത്താവിനോട് പറയണം, നോക്കൂ മക്കൾ പാൽപ്പായസത്തിന് വേണ്ടി ചോദിക്കണു പറഞ്ഞപ്പോൾ, രാമനാമത്തിൻ്റെ പാൽപ്പായസം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കീർത്തനുണ്ട് പുരന്ദരദാസൻ്റെ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ ഭാഗവതത്തിൻ്റെ സത്ത കിടക്കുന്നത് ഭക്തിയിൽ കൂടെ ജ്ഞാനവൈരാഗ്യങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഭക്തി വളർത്താൻ എന്നല്ല, ഭക്തിക്ക് ആരോഗ്യം ഓൾറെഡി ഉണ്ട്. കാരണം ഭക്തി സ്വയമേവ അതിൻ്റെ അകത്തുണ്ട്, പുതുതായിട്ടൊന്നും അന്വേഷിച്ചു പോകണ്ട. ഭാഗവതത്തിൽ കൂടെ ഉണ്ടാക്കേണ്ടത് ജ്ഞാനവും വൈരാഗ്യമാണ്. ഭക്തി താനെ വരും. ഭാഗവതം വായിച്ചാൽ ഭക്തി വരാത്തവൻ എന്തോ കാര്യമായി തകരാറുണ്ടോ. ഭാഗവതം എന്ന് കേട്ടാലേ ഭക്തി വരും, അതങ്ങനെയാണ്. അപ്പം എന്നിട്ട് സൂതൻ പറയും, ഇതിൻ്റെ മുകളിലൊരു ഗ്രന്ഥമില്ല, ഇതിൻ്റെ മുകളിൽ മോക്ഷം ആഗ്രഹിക്കണവന് പഠിക്കാനും വായിക്കാനും പ്രാവർത്തികമാക്കാനും വേറൊന്നുമില്ല. ഇത് ധർമ്മത്തിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപമാണ്, അക്ഷര രൂപത്തിൽ ഇരിക്കുന്ന ധർമ്മം തന്നെയാണ് ഭാഗവതം. മാത്രമല്ല ഈ കലിയുഗത്തിൽ മറുകര കടക്കാൻ, സംസാരത്തിൻ്റെ മറുകര കടക്കാൻ ഭഗവാൻ നമുക്ക് കേട്ടുകൊണ്ട് അദ്ദേഹത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം ശരിക്കും പാരായണം ആചാര്യം ചെയ്യുമ്പോൾ ശ്രവിക്കുക വേണം. ഇപ്പം ഞാൻ നിങ്ങൾ പുസ്തകം എടുത്ത് ഒപ്പം വായിക്കണേ തെറ്റ് പറയല്ല, ഭാഗവതം കേൾക്കണം എന്ന്, കേൾക്കണം, കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ആചാര്യൻ വായിക്കും, അവിടെ തെറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ പാരായണ ഒപ്പം ഇരുന്ന് വായിക്കുന്ന ആൾക്കാരെ. അത് പറയാൻ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക, അത് ശരിയല്ല. അതിന് കാരണമുണ്ട്. ഭാഗവതം തോന്നുന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിലുണ്ടായി വരാം. ശ്രവിക്കേണ്ടതാണ്. എപ്പോഴും ഓർക്കുക, ഭാഗവതം ശ്രവിക്കേണ്ടതാണ്. ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കും. എന്നാൽ വായിക്കുന്ന സമയത്ത് ഗ്രന്ഥത്തിനെ ഭഗവാനായി കണ്ടുകൊണ്ട് അത്രയും ബഹുമാനത്തോടു കൂടി വേണം അതിനെ സമീപിക്കാനും. ഒരിക്കലും കാലിൽ സ്പർശിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ എന്താ പറയുക, മറ്റൊരാളുടെ പുസ്തകത്തിലുള്ള തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ വളരെ വിശേഷമായിട്ട് നോക്കേണ്ടതാണ്. കാരണം അതിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയണ പ്രസിദ്ധ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും എന്ത് ന്യൂനത വന്നാലും ഭഗവാൻ അതിനെ പൂർണ്ണമാക്കും. അത് ഭഗവാന്റെ സ്നേഹമാണ് നമ്മളോട്.
അതുകൊണ്ടാണല്ലോ പത്മനാഭം അമരപ്രഭു തന്നെയാണ് പറയേണ്ടത്. പക്ഷെ മരപ്രഭു എന്ന് പറഞ്ഞു പോയി. ഞാൻ മരത്തിൻ്റെയും പ്രഭുവാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതിൽ സത്യതാണ്. ഈ ബോധത്തോടു കൂടി, വിനയത്തോടു കൂടിയിട്ട്, സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഭാഗവത്തിനെ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കലിയിൽ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. ഈ യുഗങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പറയുമ്പോൾ എനിക്ക് ആവണമെന്ന് ഞാൻ പറയാം. ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സമയങ്ങളുടെ അനുസരിച്ചുള്ള അവസ്ഥയാണ്. അല്ലാണ്ട് നമ്മൾ ഈ കണക്കാക്കണ മാതിരി 4.5 ലക്ഷം വർഷം 8 ലക്ഷം വർഷമല്ല. നമ്മൾ ചില നേരത്തിലൊക്കെ കലിയിലാണ്, ചില സമയത്തൊക്കെ നമ്മൾ കൃതയുഗത്തിലാണ്, ചില നേരത്തൊക്കെ ദ്വാപരത്തിലാണ്. മനസ്സിലായില്ലേ? അതിനനുസരിച്ചിട്ട് നമ്മുടെ ഉപാസനയെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഗ്രന്ഥത്തിൻ്റെ വൈശിഷ്ട്യങ്ങളെയൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം വളരെ ചുരുക്കി നമ്മൾ 3 കാര്യങ്ങളാണ് ഭാഗവതത്തിൻ്റെ ആ 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഈ ശൗനകൻ്റെയും സൂതൻ്റെയും സംവാദം തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്നു. എന്താ മനസ്സിലാക്കി തരുന്നു? 3 കാര്യങ്ങളാണ്. ഒന്നുകൂടെ നന്നായിട്ട് ഓർക്കുക. കാരണം ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം നമ്മൾ അടിച്ചുറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അധ്യായങ്ങൾ വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. ഈ 3 കാര്യങ്ങളാണ് ഇതിന്ന് പഠിക്കാനുള്ളത്. ഒന്ന്, ധർമ്മത്തിൻ്റെ ആന്തരിക സത്ത എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ ധർമ്മം? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് ഒരു ഓർഡറുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടനയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്തൊക്കെ കാലാകാലങ്ങളിൽ ചെയ്യണോ അത് ധർമ്മം. അതിൽ 2 തരം ധർമ്മമുണ്ട്. ഒന്ന് അനാദിയായിട്ടുള്ള ധർമ്മം, അതിന് മാറ്റമില്ല, അത് അങ്ങനെ നിൽക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കണേ, ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കിയിട്ടാൽ നിലത്ത് വീഴുമ്പോഴും. 1 ലക്ഷം വർഷം മുമ്പ് ഇങ്ങനെ പൊക്കി നിലത്തിട്ടാൽ നിലത്ത് വീഴും. ഇനി 1 ലക്ഷം വർഷം കഴിഞ്ഞാലും ഇത് നിലത്ത് വീഴും. ഗുരുത്വാകർഷണം മാറില്ല, ഗ്രാവിറ്റിക്ക് മാറ്റമില്ല. അത് അനാദിയായിട്ടുള്ള പ്രപഞ്ചധർമ്മത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. നേരെ മറിച്ച് പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള, ഭാഗവതം നടത്താനുള്ള സൗകര്യമില്ല. പ്രാചീനമായിട്ടുള്ള രീതിയിൽ ആചാര്യൻ ഇവിടെ ഇരിക്കും, അവിടെ പലകയിട്ടിട്ട് ഒരാൾ ദർഭ പിടിച്ചിട്ടിരിക്കും പരീക്ഷിതമായിട്ട്. ഇദ്ദേഹം എണീക്കാണ്ട് അദ്ദേഹത്തിന് എണീക്കാൻ പറ്റില്ല, അദ്ദേഹം എണീക്കാണ്ട് ഇദ്ദേഹത്തിന് എണീക്കാൻ പറ്റില്ല. ഉപവാസമായിട്ടാണ് വായിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ധർമ്മം അതായിരുന്നു. ഇന്ന് മാറി, കുറച്ചുകൂടെ മാറി. അന്ന് തൊണ്ട പൊട്ടണ ശബ്ദത്തിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും സംസാരിക്കേണ്ടത്. ഇന്നിപ്പോൾ ഉച്ചഭാഷിണി വന്നു. ധർമ്മത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് നിലത്തേ ഇരിക്കൂ, കസേരകളില്ല. അപ്പോൾ ധർമ്മം ആ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ, എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റമേ വരുത്താൻ പറ്റില്ലാത്ത കാര്യങ്ങളുമായിട്ട് 2 തരത്തിൽ ധർമ്മം എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ സ്ഥലത്തിനും ദേശത്തിനുമൊക്കെ സമയത്തിനും വ്യത്യാസം അനുസരിച്ച് രാവിലെ നേരത്തെ രീതിയിലല്ല വൈകുന്നേരത്ത്, ഉച്ചനേരത്ത് അങ്ങനെയല്ല. നമ്മുടെ ഭക്ഷണത്തിൽ പോലും വ്യത്യാസമുണ്ടല്ലേ. അതേമാതിരി പൂനെയിലുള്ള പോലെയല്ല കേരളത്തിലുള്ള പോലെയല്ല ദുബായിലുള്ള പോലെ ആയിരിക്കില്ല അമേരിക്കയിൽ. ദേശത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. വസ്ത്രത്തിൽ മാറ്റം വരണു, നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വരണു. അപ്പോൾ ധർമ്മം ദേശകാലങ്ങൾക്കും അനുസരിച്ചും മാറുന്നുണ്ട്, എന്നാൽ ഇതിനൊക്കെ അതീതമായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ മാറുന്നതും മാറാത്തതുമായിട്ട് നിൽക്കുന്നതിൻ്റെ അന്തസത്ത എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ അകത്തൊരു സാധനം ഉണ്ടല്ലോ, അതെന്ത്? അതന്വേഷിക്കലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാവുള്ളൂ. മാത്രമല്ല, അതിനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ്? ആ മനസ്സിലാക്കേണ്ട വസ്തു എന്താ? അതിനെ സത്യം എന്ന് വിളിച്ചു. ആ സത്യത്തിനെ മനസ്സിലാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരാളെ കൊണ്ട് പറയിപ്പിച്ച് എസ്സേ എഴുതിച്ചിട്ടൊന്നും അത് കിട്ടില്ല. അതിനോട് ചേർന്ന് നിൽക്കുക, വെറുതെ ഇങ്ങനെ ചേർന്ന് നിൽക്കുക. അതിനോട് ചേർന്ന് നിന്നാൽ തന്നെ നമുക്കത് മനസ്സിലാകാൻ തുടങ്ങും. എങ്ങനെയാണോ ഒരു ഇരുമ്പിൻ്റെ ആണി ഒരു വലിയ കാന്തത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒട്ടി നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇതും കാന്തവും, അതുമാതിരി ഒട്ടി നിൽക്കലേ ആവശ്യമുള്ളൂ. അതാണ് സത്സംഗം. സത്തിനോട് ചേർന്ന് നിൽക്കുക. ആ സത്സംഗത്തിന് ശക്തി എന്താണ്? ആ സത്സംഗത്തിന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ എന്താണ്? ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അവിടെ. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ശരി, സത്തിനോട് ചേർന്ന് നിന്നു. എന്താ ബെനിഫിറ്റ്? നമുക്ക് എല്ലാറ്റിനും എന്താ ബെനിഫിറ്റ് എന്നറിയണം. ബെനിഫിറ്റ് അറിയാണ്ട് നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങില്ല, സാധാരണക്കാരങ്ങനെയാണ്. അപ്പോൾ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കലിയെ മറികടക്കാം, അല്ലാണ്ട് കലിയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഭഗവാനെ വർഷിപ്പിക്കുകയാണ്. എൻ്റെ ഭഗവാന്റെ ഭക്തിയുടെ മാഹാത്മ്യത്തിനെ കുറിച്ച്, ആ അഹേതുകിയായിട്ടുള്ള ഭക്തി, കാരണമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഭക്തിയെ വർണ്ണിക്കുകയാണ്. അത് വർണ്ണിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മാഹാത്മ്യം
എന്തിനാണ് നമ്മൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും പഠിക്കേണ്ടത്? അതുവഴി നമ്മളെങ്ങനെയാണ് ശ്രദ്ധ വളർത്തേണ്ടത്, അതുവഴി നമ്മളെങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത്, ഭജനക്രിയയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം മനസ്സിനെ എങ്ങനെ ആ ഭജന വഴി ശുദ്ധമാക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനെ നമ്മൾ അനർത്ഥ നിവൃത്തി എന്ന് പറയും. ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എന്താ വെച്ചാൽ ഒരു സപ്താഹത്തിൽ ഇതിലൊന്നും വിസ്തരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലോ ഇതാണ്, ഒരു ക്രമമുണ്ട്. നമ്മൾ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങണം, അതിൻ്റെ അന്തസത്ത എന്താ, അത് സത്യമാണെന്ന് മനസ്സിലാക്കണം, സത്സംഗം ചെയ്തു തുടങ്ങണം. ആ സത്സംഗം ചെയ്യണതിന് ആദ്യം വേണ്ട ശ്രദ്ധയാണ്. എന്താ ശ്രദ്ധ? ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതല്ല, ഒരു കാര്യത്തെ അറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കി അനുഭവം ഇത് തന്നെയാണ് എന്ന് വരുമ്പോൾ നമുക്കൊരു ഉറപ്പ് വരും. അതാണ് ശ്രദ്ധ. അത് രാമായണത്തിൽ പ്രതിനിധീകരിക്കുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ശ്രദ്ധയാണ്. എന്താ ചേട്ടാ വേണ്ടത് ചോദിച്ചു നിൽക്കുക. കാരണം ചേട്ടൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നിൽക്കണം, അറിയാണ്ട് പോയിട്ട് നിൽക്കുകയല്ല, അറിഞ്ഞിട്ട് നിൽക്കണം. ഈ ശ്രദ്ധ ഒരു വശത്തും പ്രണയം അഥവാ ഭക്തിയാകണ സീത ഇപ്പുറത്തും ഈശ്വരൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുമ്പോഴേ വാനരനാകണ മനസ്സ് കാലിൻ്റെ ഇടയിൽ തൊഴുതുകൊണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കില്ല. ഇത് മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെ ഇവരിരുന്ന് ഈ സംസാരിക്കണ സ്ഥലം തന്നെ നോക്കൂ. ശ്രീരാമസ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നേമി എന്നാണ് ശരിക്കും ദശരഥൻ്റെ പേര്. ദശരഥൻ്റെ പേര് 10 ദിക്കിലേക്ക് തേരോടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വിശേഷണമാണ്. അദ്ദേഹത്തിൻ്റെ പേര് നേമി എന്നാണ്. നേമീച്ച ചക്രം, കാളവണ്ടർ ചക്രം, വലിയ രഥത്തിൻ്റെ ചക്രമൊക്കെയാണ് നേമി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ ചക്രമായിട്ട് ഭയങ്കര ബന്ധമാണ്. ദശരഥന് ശ്രദ്ധിച്ചാൽ കാണാം. ഈ കൈ വിരൽ വെച്ച് കൊടുക്കണമൊക്കെ ചക്രത്തിലാണ്. കാലചക്രമാണ് ദശരഥൻ. കാലചക്രത്തിൻ്റെ ഒഴുക്കിൽ ബ്രഹ്മം രൂപമായിട്ട് ജനിക്കുകയാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന അർത്ഥം. രാമൻ, ദശരഥൻ തൻ്റെ മൂത്ത മകന് ബ്രഹ്മത്തിൻ്റെ പേരിട്ട് കൊടുത്തു എന്നാണ്. ബ്രഹ്മശബ്ദം, ആ രാമനാമമാണ് മഹാദേവൻ ജപിക്കുന്നത്. നമ്മൾ വിചാരിക്കണ അമ്പും വില്ലും പിടിച്ച് നിൽക്കുന്ന ഈ രൂപത്തിലുള്ള ശ്രീരാമനാണ് മഹാദേവൻ ജപിക്കണമെന്ന അല്ല. രാമൻ ചാൽ ബ്രഹ്മം, അതിൽ നിന്ന് ഉണ്ടാവണ ആനന്ദം കൃഷ്ണ. രാമകൃഷ്ണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവും ബ്രഹ്മാനന്ദമാണ്. കൃഷ്ണ ശബ്ദത്തിന് ബ്രഹ്മാനന്ദം എന്നാണ് ശരിക്കർത്ഥം. ആനന്ദം ആകർഷിക്കും, ആകർഷയതി, വലിക്കും. കൃഷ്ണൻ ചാ സകലതിനെ ആകർഷിക്കണ അവസ്ഥ. അപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ബ്രഹ്മാനന്ദം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹരേ രാമ എന്ന് ചൊല്ലിയിട്ട് വേണം ഹരേ കൃഷ്ണ എന്ന് ചെല്ലാൻ. തലതിരിച്ച് ചെല്ലരുത്, മന്ത്രമാണ്, അർത്ഥം മാറും, ശരീരത്തിലുണ്ടാക്കുന്ന വൈബ്രേഷനും മാറ്റും. അതൊക്കെ 14-ാം നൂറ്റാണ്ടിന് ശേഷം ഭാരതത്തിലുണ്ടായിട്ടുള്ള വൈകൃതങ്ങളാണ്. അതൊക്കെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ സന്ദർഭവശാൽ അതൊക്കെ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ നേമി കാലചക്രത്തിനെ, ഒരു ചക്രത്തിനെ ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. അതായത് നമ്മളെയൊക്കെ ചക്രത്തിൽ കുടുക്കി, കാലത്തിൻ്റെ ഒഴുക്കി കുടുക്കി. ഈ ചക്രം പക്ഷെ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അതിങ്ങനെ കറങ്ങി ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് തകർന്ന് അടിഞ്ഞു വീണു. നേമി തകർന്ന സ്ഥലമാണ് നേമിഷാരണ്യം. കാലചക്രം അവിടെ നശിച്ചു പോകുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ അത്ര ആധ്യാത്മിക ശക്തിയാണ്. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടും. പക്ഷെ നമ്മളിത് എവിടെ വന്നിരുന്നു ഇത്ര നേരം, കുറച്ച് നേരമെങ്കിലും, ആ രാവിലെ നേരത്ത് നമ്മൾ കുറച്ച് നേരമെങ്കിലും വീട്ടിലത്തെ കാര്യമൊക്കെ മറന്ന് കുറച്ച് നേരം, ചിലപ്പോൾ ചിലവർക്കത് 1 നിമിഷമായിരിക്കാം, ചിലർക്ക് 1 മിനിറ്റായിരിക്കാം, ചിലർക്ക് മണിക്കൂറുകളായിരിക്കാം, ഡിപ്പെൻസ്. അപ്പം നമ്മുടെ നൈമിഷാരണ്യം ഇതാണ്. എവിടെ നമ്മൾ പ്രാരബ്ധത്തെ മറന്ന് ഭഗവാനിൽ മനസ്സുറപ്പിച്ചിരിക്കണോ അത് നൈമിഷാരണ്യം. അങ്ങനെയുള്ള സ്ഥലത്തിരുന്നിട്ട് വേണം ഉത്തമനായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ. അവിടെയാണ് ഈ 6 ചോദ്യം ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണ് ഈ പറയണത്. ആ പറഞ്ഞു ധർമ്മം എന്താന്ന് പറഞ്ഞു, സത്യവസ്തു എന്താന്ന് സൂചിപ്പിക്കുന്നു. സമയമുണ്ടെങ്കിൽ ഞാൻ ആ ജന്മാദ്യസ്യതോ പറയാം. അത് സൂചിപ്പിച്ച് അതിനുശേഷം ആ ധർമ്മത്തിൻ്റെ ആചരണത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ശ്രദ്ധയുടെ മഹാത്മ്യം പറഞ്ഞു. ശ്രദ്ധ കൊണ്ട് ഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നു. അതിന്ന് അനർത്ഥ നിവൃത്തിയെക്കുറിച്ച് പറയണു. അതായത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറയണു. ആ ഹൃദയശുദ്ധി വന്നാൽ പിന്നെ എന്ത് കിട്ടും, എന്ത് ചെയ്താലും എന്ത് കിട്ടും എന്ന് ചോദിക്കണം നമ്മൾ. അതിലൊരു മടിയും വിചാരിക്കരുത്. അങ്ങനെ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാലാണ് ഉത്തരപ്പുറം വരുള്ളൂ. ചോദിക്കാണ്ട് ഭഗവാൻ പറഞ്ഞു തരില്ല, പരോക്ഷമായിട്ടേ പറഞ്ഞും തരുള്ളൂ. ഇത് രണ്ടും മറികടക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ചോദ്യം ചോദിക്കാണ്ട് എല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കാര്യമില്ല. ചോദിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. അത് പരോക്ഷമായിട്ടേ പറഞ്ഞു തരില്ല. എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കരുത്. നാരായണീയത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? വാദം മാറാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ദൂതൻ്റെ അടുത്ത് ചോദിച്ചു വിട്ട് മീൻ തൊട്ട് കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട ആ ദൂതൻ ദേഷ്യം വന്ന് ഇത്രയും വൃത്തികെട്ടവൻ്റെ അടുത്തേക്കാണോ എന്നെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചീത്ത പറഞ്ഞു. അപ്പോൾ ഭട്ടേരി ചോദിച്ചു, സത്യം പറയൂ, എന്താ പറഞ്ഞത് അദ്ദേഹം? ആ മ്ലേച്ഛൻ പറഞ്ഞത് മീൻ തൊട്ട് കൂട്ടാനാണ്. നമ്പൂരിയോട് ആരെങ്കിലും പറയുമോ മീൻ തൊട്ട് കൂട്ടാൻ എന്ന് ചോദിച്ചു. അത് കേട്ടോണ്ട് ഗുരുവായൂരപ്പ നാരായണ എന്ന് പറഞ്ഞിട്ട് ഭട്ടേരി നേരത്തോട് നമസ്കരിച്ചു അത്രേ. കാരണം കിട്ടേണ്ടത് കിട്ടി.
പരോക്ഷപ്രിയാദേവ. പരോക്ഷമായിട്ടാണ് പറയേണ്ടത്. മഹാത്മാക്കൾ പരോക്ഷമായിട്ടാണ് സംസാരിക്കുക. പണ്ട് കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത് ആരോ ചെന്നിട്ട് ചോദിച്ചു അത്രേ, ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? മാറ്റാമെന്നാണ് വിചാരിക്കണേ. അതെയോ ചോദിച്ചു. ആ അതെ. എപ്പോഴാ ചോദിച്ചു. അടുത്ത ഉത്സവത്തിന് മുമ്പ് മാറ്റണം എന്നാണ് വിചാരിക്കണം. എന്നാ ഉത്സവം വേണ്ടി വരില്ല. കിട്ടിയോ? എന്നാൽ ഉത്സവം വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മാറ്റാൻ തീരുമാനിച്ച് ചെന്ന ആൾക്കാരോട് പറഞ്ഞാണ്. അവരത്രേ പറയുള്ളൂ. ആ ഒരൊറ്റ സെൻറ്റൻസ്. അതിന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ. അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ സത്യത്തിനെ കാംക്ഷിച്ച് എന്തുകൊണ്ട് പോകണം എന്നുള്ള ശക്തമായിട്ടുള്ള സൂചന തരുന്നുണ്ട്. ഈ സത്യം പരം ധീമഹി നമ്മൾ പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ചെല്ലുക. 10ാമത്തെ സ്കന്ധത്തിൽ ചെല്ലുക. ആ 10ാമത്തെ സ്കന്ധത്തിൽ ചെല്ലുമ്പോൾ ഈ 10ാമത്തെ സ്കന്ധത്തിൽ ഗർഭസ്തുതി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും. ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ കിടക്കുന്ന സമയത്ത് ബ്രഹ്മാദികൾ വന്നിട്ട് സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയിലുള്ളൊരു ശ്ലോകം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. സത്യവ്രതം സത്യപരം ത്രിസത്യം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. സത്യസ്യ യോനിം നിഹിജം ച സത്യ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാന്നാ പറഞ്ഞത്. ഭഗവാനെ അവിടുന്ന് സത്യസങ്കല്പമാണ്. അങ്ങേ പ്രാപിക്കാനുള്ള പ്രധാന സാധന എന്ന് പറയണ എന്തൊരു സാധനയുണ്ടോ അത് തന്നെ സത്യമാണെന്ന്. സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ അങ്ങേ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങ് സകല കാലങ്ങളിലും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും അവിടുന്നാണ് സത്യം. വേറൊരു സത്യമില്ല. സത്യം പോലെ കാണപ്പെടുന്ന ഈ ജഗത്തിൻ്റെ അടിസ്ഥാന കാരണമാകണ സത്യം അങ്ങാണ്. അതേപോലെ സത്യത്തിൻ്റെ സത്യം അങ്ങാണെന്നാണ്. സത്യസ്യ സത്യം, സത്യത്തിൻ്റെയും സത്യം. മാത്രമല്ല അങ്ങയുടെ കണ്ണുകളാണ് ഋതവും സത്യവും. ഋതം ച ഋതം, താളം. ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഒരു താളം വേണം, അല്ലെങ്കിൽ താളം തെറ്റും. പാലക്കാടൊക്കെ അമ്മൂമ്മയൊക്കെ പണ്ട് ഉപയോഗിക്കുന്നൊരു ഭാഷയുണ്ട്, താളം കെട്ടവനാണ് അവൻ എന്ന് പറയും. ഒരാൾ കുറച്ച് ശരിയല്ലെങ്കിൽ അവൻ താളം കെട്ടതാന്ന് പറയും. പാലക്കാട് ഭാഗത്തൊക്കെ ഉള്ളൊരു യൂസേജാണത്. ഗ്രാമ്യമായിട്ടുള്ള യൂസേജ് ആണെങ്കിലും വലിയൊരു ആധ്യാത്മിക അർത്ഥം ഉണ്ടായിരുന്നു. താളം കെട്ടത് ഒരാളുടെ താളം നഷ്ടപ്പെട്ടു, അതാണ് അവിടെ. അതുകൊണ്ടാണ് മഹാനാരായണോപനിഷത്തിൽ പറഞ്ഞത് ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ആ ഋതത്തിനെ ഒരു കണ്ണാക്കി സത്യത്തിനെ മറുകണ്ണാക്കിയിട്ടുമാണ് ഭഗവാൻ പ്രപഞ്ചത്തിനെ പാലിച്ചു പോരുന്നത്. അപ്പോൾ ഭാഗവതത്തിൽ എപ്പോഴും നമ്മൾ ഭാഗവതത്തെ പഠിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ എന്നല്ല ഞാൻ പറഞ്ഞു, ഭാഗവതത്തെ പഠിക്കുമ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറയണത്, ഇന്നലെ ഞാൻ ആത്മദേവൻ്റെ മാഹാത്മ്യത്തിലെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചിത്രകേതുവിൻ്റെ വൃത്രാസുരൻ്റെ പൂർവ്വകഥയിലുള്ള കഥയിൽ എങ്ങനെയാണ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്നുള്ളത് കണക്ഷൻ പറഞ്ഞു. അതൊന്നും ഒന്നുമല്ല ഇതിൻ്റെ അകത്തെ കഥകൾ നോക്കുമ്പോൾ. ഈ 1ാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് ശരിക്കും ശുകദേവൻ അതിനുള്ള ഇങ്ങനെ വിസ്തരിച്ചിട്ട് പോകും. ഭാഗവതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടിട്ടുള്ള 2 ഭാഗങ്ങൾ. ഒന്ന് ഈ ജന്മാദ്യസ്യതോ എന്നുള്ള ശ്ലോകം ശരിക്കും പഠിക്കുക, ധ്യാനം ചെയ്യുക. പിന്നെ ചതുശ്ലോകി. ആ 4 ശ്ലോകമാണല്ലോ ഈ കണ്ട 12 സ്കന്ധമായിട്ട് അങ്ങോട്ട് വിടർത്തി വെച്ചിരിക്കുന്നത്. ചതുശ്ലോകി വരും. ബ്രഹ്മദേവന് നാരായണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ആ 4 ശ്ലോകം, അഹമേവാസമേവാഗ്രേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 4 ശ്ലോകങ്ങളും വൈകാതെ വരും. എങ്ങനെയാണെങ്കിലും വ്യാസൻ എങ്ങനെയാണ് ഇത് എഴുതാനിടയായത് എന്നൊക്കെ ചോദിച്ചു. ആ കഥയൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാൻ വിസ്തരിക്കണില്ല. ഒരു ഭാഗം മാത്രം പറയാം. അതായത് ഇത് ആരെങ്കിലും പഠിപ്പിക്കണം. ആരെ പഠിപ്പിക്കും? പ്രപഞ്ചം അങ്ങനെയാണ്, അത് നടന്നുകൊണ്ടിരിക്കും ചുറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൊതുവിൽ ഞാൻ വളരെ കർക്കശക്കാരനായിട്ട് ഒരാളാണ്. ഇന്നെന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷമയാണ്. അത് ഒരുപക്ഷെ എന്താ വെച്ചാൽ അത്രയും ശാന്തനായിട്ടുള്ള സൗഖ്യമൂർത്തിയായിട്ടുള്ള സ്വാമിയുടെ അടുത്തിരിക്കണോണ്ടായിരിക്കും. എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സാധാരണ എന്താ സംഭവിക്കാറെന്ന്. അപ്പം ഭാഗവതം എഴുതി എപ്പോഴും നമ്മൾ ഒരു സദ്വസ്തുവിനെ ഉപാസിക്കണ ഒരു കാര്യം ചെയ്താൽ നമുക്കത് പിന്നെ ഇത് 10 പേർക്ക് ഗുണമാവണം എന്ന് ചിന്തയുണ്ടാവും. അപ്പോൾ ഇത് ആരെയാ പഠിപ്പിക്കുക എന്നുള്ള ചിന്ത വന്നപ്പോൾ ശുകദേവന് തൻ്റെ മകനായിട്ടുള്ള ശുകബ്രഹ്മർഷിയെ പോലെ ഇതിന് അധികാരിയായിട്ട് വേറൊരാളില്ല എന്ന് വ്യാസന് മനസ്സിലായി. നോക്കൂ, നമ്മളൊക്കെ
നമ്മുടെ എന്തും സ്വന്തമായിട്ടുള്ള നമ്മുടെ മക്കൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുക. വ്യാസമഹർഷി ആ അർത്ഥത്തിലല്ല കൊടുത്തത്. ഞാൻ സാധാരണ പല പ്രഭാഷണത്തിലും പറയാറുണ്ട്, 3 കാര്യം മക്കൾക്ക് കൊടുക്കരുത്. അർഹതയുണ്ടെങ്കിൽ കൊടുക്കാം, മക്കളാണെന്നുള്ളത് കൊണ്ട് കൊടുക്കരുത്. 1 അറിവ്, പുസ്തകങ്ങൾ, മന്ത്രം. 4മതൊന്നും കൂടെ വേണമെങ്കിൽ പറയാം, നമ്മൾ പൂജ കഴിക്കണ വിഗ്രഹം ഉണ്ടെങ്കിൽ അതും കൊടുക്കരുത്. അർഹതയുള്ളവർക്ക് കൊടുത്തേക്കണം, ശരീരം വിടണതിന് മുമ്പ്. അവനവൻ്റെ അറിവ്, അവനവൻ്റെ പുസ്തകങ്ങളുടെ ശേഖരം, അവനവൻ്റെ മന്ത്രം, അവനവൻ്റെ ഉപാസനാമൂർത്തിയുടെ വിഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ 4മത്തെ. അത് ഞാൻ നിർബന്ധം പറയണില്ല, ഈ ആദ്യത്തെ 3 കാരണം ഇത് ഇവർക്ക് താല്പര്യമില്ലാണ്ട് വെറുതെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് ഇവരവിടെ ഇടും. നമ്മുടെ പല പരദേവതാ ക്ഷേത്രങ്ങൾ ഇന്നത്തെ അവസ്ഥയിലായതിൻ്റെ കാരണം അതാണ്. ഇത് സ്നേഹമുള്ളവന് കിട്ടിയിരുന്നെങ്കിൽ അവനത് ഉപയോഗിക്കും. അതുകൊണ്ട് ഭൂമിയോ സ്വത്തോ ഡ്രസ്സോ കൊടുക്കണ പോലെ നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഇത് 3 കൊടുത്തേക്കരുത്. ഇത് നമ്മളെ ശരീരം വിട്ടാൽ കുടുക്കിക്കളയും. അനർഹനായിട്ടുള്ള ആളുടെ കയ്യിലാണ് പോയിരിക്കും. ഇതിനെക്കുറിച്ച് സ്വന്തം മക്കൾ താല്പര്യമുള്ളവരുടെ അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കൊടുക്കണം. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ജനിതകമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് കൊണ്ട് അത് അർഹതയാവുന്നില്ല അവിടെ. ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശുഗമഹർഷിക്ക് ഇത് കൊടുക്കാൻ കാരണം തന്നെക്കാളും വലിയ ഋഷിയാണ് മകനെന്ന് അദ്ദേഹത്തിന് അറിയാം. വ്യാസമഹർഷി നടന്നു പോകുമ്പോൾ കുളക്കരകളിൽ കുളിക്കുന്ന സ്ത്രീകൾ വസ്ത്രം എടുത്ത് മറയ്ക്കും അത്ര ശരീരം. ശുഗൻ നടന്നു പോകുമ്പോൾ മറക്കില്ല എന്ന്. കാരണം അവർക്ക് അറിയാം ഇത് സ്ത്രീ പുരുഷ ചിന്ത ഒന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ ലയിച്ച് നടന്നു പോകുന്ന ആളാണ് അല്ലേ. യത് പ്രവർജന്തമനുഭേദം അഭേദ കൃത്യം എന്ന് പറഞ്ഞ് തുടങ്ങണേ. ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയ അല്ലേ, അങ്ങനെയല്ലേ. ഭിക്ഷയാചിച്ച് ഉപനയനം കഴിഞ്ഞ് മകൻ പോകുമ്പോൾ ഏതൊരച്ഛനെയും പോലെ തൻ്റെ മകൻ നടന്നു പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് മകനേന്ന് പറഞ്ഞിട്ട് വിളിച്ചു അത്രേ. അത് വേറൊരു കഥയിൽ പറയുന്നുണ്ട്. മകന് ഉപനയനം നടത്താൻ ബ്രഹ്മോപദേശം നടത്താൻ പറ്റിയ ആചാര്യൻ ആരായിരിക്കും? തൻ്റെ മകന് മികച്ച ആളെ കൊണ്ടുവേണം ബ്രഹ്മോപദേശം നടത്തിക്കാൻ, പൂണൂലടിക്കാൻ, ഉപനയനം. ആലോചിച്ചപ്പോൾ മഹാദേവനെ അത്ര ഓർമ്മ വന്ന് വ്യാസമഹർഷിക്ക്. അപ്പോൾ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ അമ്മ അന്നപൂർണയോട് കൂടിയിട്ട് പ്രത്യക്ഷമായിരുന്നത്. കാരണം ഭിക്ഷ കൊടുക്കാൻ അന്നപൂർണ്ണ വേണം. ആരാ ഭിക്ഷ കൊടുക്കണ്ട്? അന്നപൂർണ്ണ വേണം. ഉപനയനം കഴിഞ്ഞ കുട്ടിക്ക് ഭിക്ഷ കൊടുക്കണ്ടേ? അപ്പോൾ അമ്മയോട് കൂടി സാമ്പനായിട്ടാണ് വന്നു കഴിഞ്ഞിട്ട് എന്താ മഹർഷിയെ ഞാൻ ചെയ്തു തരേണ്ടത് ചോദിച്ചു. അങ്ങ് എൻ്റെ മകന് ബ്രഹ്മോപദേശം ചെയ്യണമെന്ന് പറഞ്ഞു, ഉപനയനം കഴിക്കണമെന്ന്. ഭഗവാൻ മടിയിൽ പിടിച്ചിരുത്തി ആ ചെവിയിൽ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. മഹാദേവൻ്റെ നിന്ന് ബ്രഹ്മോപദേശം കിട്ടിയാൽ പിന്നെ അവൻ ബ്രഹ്മജ്ഞാനി ആവാതെ വഴിയില്ലല്ലോ. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ആ ശുഗമഹർഷി അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ദേശാടനത്തിനായിട്ട്. അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണം. ആ ഇറക്കുമ്പോൾ ഏതൊരച്ഛനെയും പോലെ അങ്ങോട്ട് വിളിച്ചു, മകനേ പുത്രേന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കണം. പുത്രേതി എന്നാണ് പറഞ്ഞു, മകനേന്ന് വിളിച്ചു. ആ വിളിച്ച സമയത്ത് ശുഗനല്ലാത്തറെ തിരിഞ്ഞു നിന്നിട്ട് വിളി കേട്ടത് എന്താ അച്ഛാന്ന് പ്രപഞ്ചം മുഴുവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. വൃക്ഷങ്ങളും സകല ജീവജാലങ്ങളും അച്ഛാ എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. കാരണം എന്താ? ശുഗൻ്റെ ബോധം ബ്രഹ്മത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ശുഗൻ ബ്രഹ്മമാണ്. അതുകൊണ്ട് ശ്രീ ശുഗ ബ്രഹ്മ, ആ ബ്രഹ്മർഷിയെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ ആരെയാണ് ഇത് പഠിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവൻ ബ്രഹ്മത്തിൽ ഉറച്ചവനാണ്. അവൻ്റെ ബോധം ബ്രഹ്മത്തിൽ നിഷ്ഠമാണ്, ബ്രഹ്മനിഷ്ഠമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ശുഗന് രാഗങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഇന്നമാതിരി നടക്കണം എന്നുള്ളതാണ് രാഗം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ചിലപ്പോൾ പൊടിമണ്ണി കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല കുളിച്ച് ശുദ്ധനായി നടക്കുന്നുണ്ടാവും, ചില സമയത്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവാം, ചില സമയത്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പൊതുവിൽ അദ്ദേഹത്തിനെ നഗ്നനായിട്ടാണ് ധ്യാനിക്കാറെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതികൾ ഇന്നതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള ആൾക്കാർക്ക് ശരീരബോധം ഉണ്ടാവില്ല. അങ്ങനെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇത് പഠിക്കാനായിട്ട് മകൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. കാരണം ആവശ്യമില്ല. ഭാഗവതം പഠിച്ച് ബ്രഹ്മനിഷ്ഠ ഉണ്ടാക്കേണ്ട ആളല്ല ശുഗൻ. പക്ഷെ ഇത് പഠിക്കാൻ ഏറ്റവും അർഹൻ അവനാണ് താനും. അതുകൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകനെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു വിദ്യ പ്രയോഗിക്കണം. ആ വിദ്യ പ്രയോഗിക്കാൻ വേണ്ടി തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് 2 ശ്ലോകം പഠിപ്പിച്ചു. ഏതാ 2 ശ്ലോകങ്ങൾ? ബർഹാപീഠം നടവരവു കർണയോ കർണികാരം വിഭ്രദ്വാസ കനക കവിശം വൈജയന്തീം ജമാല രന്ധ്രാൻ വേടരധര സുധയാപൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തിം. കൃഷ്ണൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. കിരീടത്തിൽ മയിൽപ്പീലി ധരിച്ച് നടന്മാരുള്ള രാജാക്കന്മാരുടെ രാജാവായിട്ട് നടവര വപു ആണ്. നടവരനെ പോലുള്ള ശരീരത്തോട് കൂടിയിട്ട്
ചെവിയിൽ കർണികാരം എന്ന് പറയുന്ന ആഭരണം അണിഞ്ഞ് സ്വർണ്ണവർണ്ണമായിട്ടുള്ള വസ്ത്രം ധരിച്ച് വൈജയന്തിമാല ധരിച്ച് മുരളീഗാനം ആലപിച്ച് കീർത്തനാലാപം ചെയ്യണ ആ ഗോപാലന്മാരുടെ കൂട്ടത്തോടു കൂടി പരിവൃതനായിട്ടുള്ള ഭഗവാൻ എന്താ വൃന്ദാവനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കണമെന്ന് ഭഗവാന്റെ വൃന്ദാവന പ്രവേശത്തിനെ വർണ്ണിക്കണ ആ ശ്ലോകം ഒന്ന് പഠിപ്പിച്ചു. രണ്ടാമത്തെ ശ്ലോകം പഠിപ്പിച്ചത് അഹോ സ്വകീയം സ്തനകാളകൂടം ജിഗാംസയാപായദ്ഭ്യസാധ്വി ലേഭേ ഗതിം ധാതൃച്ഛിതാം തതോന്യം കംവാദയാലും ശരണം വ്രജേമ. ഈ രണ്ട് ശ്ലോകങ്ങളെ പഠിപ്പിച്ച് ഒരു ദുഷ്ടസ്ത്രീയായിട്ടുള്ള പരമദുഷ്ടയായിട്ടുള്ള പൂതന ഭഗവാനെ കൊല്ലാനായിട്ട് മുലപ്പാലിന് പകരം കാളകൂട വിഷം കുടിപ്പിച്ചു അവനെ. പക്ഷെ അവനോ അവൾക്കും സ്വന്തം അമ്മയെപ്പോലെ തന്നെ സൽഗതി നൽകിയിരുന്നു. ഇങ്ങനെയുള്ള ഭഗവാനെ വിട്ടിട്ട് മനുഷ്യർ വേറെ ആരെയാണോ ശരണം പ്രാപിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഈ രണ്ട് ശ്ലോകം മാത്രം പഠിപ്പിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഇവൻ കുളിക്കാൻ പോണ വഴിക്കും തിരിച്ചു വരുമ്പോഴും ഓരോ ശ്ലോകം ചെല്ലാൻ അവൻ കേൾക്കാൻ പാകത്തിന്. അപ്പോൾ ശുഗൻ രാവിലെ കുളിക്കാൻ പോകണം. ആ കുളിക്കാൻ പോണ വഴിക്ക് ഒരാളിരുന്ന് ചെല്ലാൻ തുടങ്ങി. ബർഹാവീടം നടവരവോ കർണയോ കർണികാരോ കേട്ടോണ്ട് പോയി കുടുങ്ങി, ഒരു കൊളുത്ത് വീണു മനസ്സിൽ. സാരില്ല, വീഴാൻ പാടില്ലല്ലോ. ഭഗവാന്റെ രൂപം കാണിച്ചിട്ട്, ഭഗവാന്റെ രൂപം മായാണ്, മറക്കരുത്. ആ രൂപം കാണിച്ചിട്ട് മോഹിപ്പിക്കണം. വൃന്ദാവനത്തിലേക്കുള്ള ഭഗവാന്റെ പ്രവേശത്തിൻ്റെ രൂപത്തിൻ്റെ വർണ്ണന കേട്ടിട്ട് ആ മായയിൽ വീഴ്ത്തി. പക്ഷെ കുടുങ്ങിയില്ല, പോയി കുളിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെയുള്ള ഭഗവാനെ അല്ലാണ്ട് വേറെ ആരെ ആശ്രയിക്കേണ്ടത് എന്നുള്ള രണ്ടാമത്തെ ശ്ലോകം വേറൊരു ശിഷ്യൻ ഇരുന്നിട്ട് ചൊല്ലി. അത് കേട്ടോടി ശുഗൻ വീണു. നേരെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഇതെന്താ അച്ഛാ, പുതിയത് വല്ലതും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ എഴുതിയിട്ടുണ്ട്, നിന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാ. ശരി, പഠിക്കാം. അങ്ങനെ ശുഗം പഠിച്ചു അത്രേ ഭാഗവതം. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടാനിടയായതെന്നാണ്. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ളവന് പോലും ആനന്ദാമൃതം നുകരണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൈപിടിച്ച് കയറ്റണമെങ്കിൽ വെറും ജ്ഞാനം മാത്രം പോരാ, വൈരാഗ്യം മാത്രം പോരാ, അതിൻ്റെയൊക്കെ ഉത്ഭവമായിട്ടുള്ള ഭക്തി അവിടെ ഉണ്ടാവണം. ആ മാതാവ് അവിടെ വേണം. എന്നാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ വൃത്തിയായിട്ട് അതിൻ്റെ സന്തതികളായിട്ട് ഉണ്ടായി വരുന്നത്. അതുണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ക്രമം കൊടുത്തിട്ടുണ്ട്. ശരിക്കും നോക്കിയാൽ കാണാം, വളരെ താഴ്ന്ന തട്ടിലുള്ളവരുടെ ഭക്തി കഥകൾ പറഞ്ഞ് അവസാനം ബ്രഹ്മനിഷ്ഠരായിട്ടുള്ളവരുടെ കഥകൾ പറഞ്ഞ് അവസാനം ഭഗവാന്റെ സ്തുതിയിലാണ് അവസാനിക്കുക, ഭഗവാന്റെ ഉപദേശത്തിലാണ്. ശരിക്ക് തുടങ്ങുന്നത് കുന്തി സ്തുതിയാണ് ഒരു തരത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഭീഷ്മരുടെ സ്തുതി നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് ഭാഗവതത്തിൻ്റെ ചാറ് ഇങ്ങനെ കിട്ടിത്തുടങ്ങണം നമുക്ക്. ആ കിട്ടിത്തുടങ്ങി അതിനിടയ്ക്ക് ചില ഈ ഒന്നാമത്തെ ആ ഇത് എന്താ പറയുക, സ്കന്ധത്തിൽ തന്നെ ചില ഗംഭീര കീവേഡ്സൊക്കെ ഉണ്ട്. ഇത്തം ഭൂതഗുണോഹരി, സർവാശ്ചര്യമയോ അച്യുത, ഇങ്ങനത്തെയൊക്കെ ചില വാക്കുകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങളൊന്നും വെറുതെ അർത്ഥം പോലും അറിയാതെ ചെല്ലിയാൽ പോലും ഫലാന്നാണ്. ഇതൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇതൊക്കെ നേരത്തെ ഇപ്പോൾ തിരുമേനി ചെല്ലുമ്പോൾ നമ്മൾ കേട്ടതാണ്. അതവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. കുന്തിയുടെ സ്തുതി പലപ്പോഴും നമുക്ക് ഒരു പ്രഹേളിയാണ്. കാരണം ഭഗവാനെ ദുഃഖം തരൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാണ്ട് ദുഃഖം തരൂ എന്ന് പറഞ്ഞാൽ ദുഃഖം മാത്രമേ കിട്ടുള്ളൂ, ഭഗവാനെ കിട്ടില്ല. കുന്തിക്ക് അത്ര ഉറപ്പാണ് ഭഗവാൻ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഭഗവാന്റെ സാമീപ്യവും രക്ഷയും അനുഭവിച്ച് ആസ്വദിക്കുക എന്നുള്ളതായി അവരുടെ വ്രതം. അതിനുവേണ്ടിയാണ് ദുഃഖം ചോദിച്ചത്. അതുകൊണ്ട് നമ്മളാദ്യം മൂപ്പര് നമ്മുടെ അടുത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അല്ലാണ്ട് ദുഃഖം ചോദിക്കരുത്. ഒരു കുട്ടി എപ്പോഴാണ് വഴി കാണുന്ന ഒരു ചെറിയ കുണ്ടിൽ ഇങ്ങനെ നിലത്തിങ്ങനെ വെള്ളം കെട്ടി നിൽക്കണം, അതിൽ ചക്ക് പറഞ്ഞ് ചാടും ചില കുട്ടികൾ. അത് ഏറ്റവും കൂടുതൽ ചാടുക അമ്മയുടെ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോഴേ ചാടുക വരും. അതുകൊണ്ട് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിൽ ചാടാൻ. ഗുരുവായൂരപ്പൻ്റെ കയ്യെ ഗുരുവായൂരപ്പനായിട്ട് തരില്ല. ഭഗവാനെ എന്നെ കൈ പിടിച്ചോളേന്ന് ജന്മത്ത് പ്രാർത്ഥിക്കുന്നത് ചെയ്യില്ല. ഞാൻ വിടില്ല, അവർക്ക് കൈ പിടിക്കണം. അത് വലിച്ചഴയ്ക്കും, പുറകെ പോകണം, വലിച്ചഴച്ചൊക്കെ കൊണ്ടുപോകും. എന്നാലും പിടിവിടരുത്, പിടിവിടാനേ പാടില്ല. അവസാനം ഒരു ഘട്ടത്തുമ്പോൾ എടുത്ത് ഒക്കത്ത് വയ്ക്കും. അങ്ങനെ വേണം ഗുരുവായൂരപ്പൻ്റെ ഒപ്പം പോകാൻ. ആ മാർഗം കുന്തി ശരിക്ക് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിപദസന്തുര സർവ ആ ഒരു ശ്ലോകം ഉണ്ടാവില്ല. അത് പറയാൻ സാധിക്കണമെങ്കിൽ അത്ര കോൺഫിഡൻസ് ഉള്ള ഒരാൾക്കേ പറയില്ല. ഭഗവാനെ നീ എനിക്ക് ഇനിയും ദുഃഖം എന്താണെന്നാണ് പറഞ്ഞത്, ഇനിയും എനിക്ക് വിഷമങ്ങൾ ഇതാ. എന്തിന്? നീ ഞങ്ങളെ രക്ഷിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ, അതിൻ്റെ ആനന്ദത്തിൽ മുഴുകാൻ. എനിക്ക് എന്നാലേ നിന്നെ വീണ്ടും വീണ്ടും സ്തുതിക്കാൻ പറ്റുള്ളൂ എന്ന്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്.
പാണ്ഡവന്മാർ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളത് യുധിഷ്ഠിരൻ ചിന്തിക്കണ അവസ്ഥയിലിരിക്കുകയാണ്. സകലരും മരിച്ചുപോയി, അക്ഷൗഹിണികളൊക്കെ ഒടുങ്ങി, മക്കളും പോയി. ആകെ പാണ്ഡവവംശത്തിൻ്റെ ഒരു നാളെന്ന് പറയുന്നത് ഈ ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശുവാണ്. അതിനെയും ബ്രഹ്മാസ്ത്രം കൊണ്ട് അറ്റാക്ക് ചെയ്ത് ഭഗവാൻ അതിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ആ പാണ്ഡവ വംശം നിലനിൽക്കുന്നത്. യുധിഷ്ഠിരൻ്റെ എന്താ പറയുക, വംശാവലി അർജുനിൽ കൂടെ അഭിമന്യുവിൽ കൂടെ ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷിത് വിഷുരാതെന്നുള്ള പരീക്ഷത്തിൽ കൂടെ നിലനിൽക്കേണ്ട ഭാഗം വരുമ്പോഴാണ് അത് വരുന്നത്. അവിടെയാണ് ഈ സ്തുതി വരുന്നത്. ഭാരതത്തിൽ അത് വളരെ വൈകാരികമായിട്ടുള്ളൊരു രംഗമാണ്. ഭാഗവതത്തിൽ ഗർഭത്തിൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേത് അങ്ങനെയല്ല. പ്രസവത്തിൻ്റെ ന്യൂസ് കാത്തിട്ട് ആണുങ്ങളൊക്കെ സഭയിലിരിക്കുക, ഒരു നിലവിളിയാണ് കേൾക്കണത്. ചത്ത കുട്ടി കരിഞ്ഞൊരു മാംസപിണ്ഡത്തിനാണ് പ്രസവിക്കുന്നത് ഉത്തര. അതിനെ ദ്രൗപദി ഒരു പട്ടുതുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് സഭയെ കൊണ്ടുവന്നിടും. എന്നിട്ട് ചോദിക്കും, ഇതാണോ നമ്മുടെ വംശം, ഇങ്ങനെ ആയോ ചോദിക്കും. എല്ലാവരുടെ അടുത്തും ചോദിക്കും, എന്താ ചെയ്യേണ്ടത്? യുധിഷ്ഠിരൻ്റെ പാണ്ഡവരുടെ വംശമാണത്, ഇതിനു വേണ്ടിയാണോ യുദ്ധം ഉണ്ടായതെന്നാണ് ചോദിക്കണം കൃഷ്ണ. അതിന് ഉത്തരമായിട്ടാണ് സപ്തർഷികൾ പറയണത്, അഖണ്ഡ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരുത്തൻ തൊട്ടാൽ കുട്ടി ജീവിക്കുന്നു പറയും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർക്ക് തൊടാമല്ലോ, എന്നിട്ട് പിന്നെന്തിന് ഇവരിത് പറയണേന്ന്. അവർക്ക് പോലും ഉറപ്പില്ല അവർക്ക് ബ്രഹ്മചര്യം ഉണ്ടെന്ന്. നമ്മൾ കരുതുന്ന ബ്രഹ്മചര്യമില്ല, ബ്രഹ്മനിഷ്ഠയായിട്ടിരിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുക. ആ സമയത്താണ് സഖാവേ എന്ന് പറഞ്ഞാൽ വിളിക്കുക, സഖേ എന്നാണല്ലോ വിളിക്കുക. അതല്ലേ ശ്രീകൃഷ്ണ കൃഷ്ണ സഖേ എന്നാണ് പറഞ്ഞത്. ആ ശ്ലോകം അങ്ങനെയാണ് അവസാനിക്കുന്നത്, ശ്രദ്ധിച്ചോ? കുന്തിസ്തുതി എങ്ങനെ അവസാനിക്കുന്നത്? ശ്രീകൃഷ്ണ കൃഷ്ണ സഖേ, കൃഷ്ണയുടെ സഖാവേന്ന്, ദ്രൗപദിയുടെ സുഹൃത്തേ. സഖീന്ന് ഭഗവാനും സഖേന്ന് അമ്മയും വിളിച്ചിരുന്നതാണ് അന്യോന്യം. ഈ കൃഷ്ണന്മാരുടെ ബന്ധം വളരെ വളരെ വിശേഷമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ മനസ്സറിഞ്ഞ രണ്ടുപേരില്ല അന്യോന്യം. ഒരു നോട്ടം നോക്കുകയാണ്, ഈ പേര് മാത്രം വിളിച്ചിട്ട് അങ്ങേക്കൊന്നും ചെയ്യാനില്ല എന്ന് ചോദിക്കും. ഭഗവാൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട് ഭാരതത്തിൽ, ഉള്ളിൽ തട്ടുന്ന വാചകമാണ്. എൻ്റെ അമ്മാവൻ കംസനെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കല്ല, എൻ്റെ അച്ഛനെയും അമ്മയും തടവിലിട്ടതിനല്ല, എൻ്റെ സഹോദരങ്ങളെ വധിച്ചതിനല്ല, മറിച്ച് ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ വധിച്ചതെങ്കിൽ ഈ കുഞ്ഞ് ജീവിക്കട്ടെ പറഞ്ഞാൽ തുടർന്നത് അതിൻ്റെ കാലിൽ. കുട്ടി കാലളക്കും, ശരീരം പൂർവ്വസ്ഥിതിയിലും ഭഗവാൻ തിരിച്ചു പോയിരിക്കുകയും ചെയ്യും. അതാണ് ബ്രഹ്മചര്യം. അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളുടെ ബ്രഹ്മചര്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. ഭഗവാന്റെ ജന്മം വരുമ്പോൾ ഞാൻ പറയാം ഭഗവാന് 16,008 എന്തായിരുന്നു എന്ന്. ഈ ഭാഗമൊക്കെ അതിമനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്, ഭാരതത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും. ആ കുന്തി സ്തുതിക്ക് ശേഷമാണ് ഭീഷ്മരുടെ സ്തുതി വരുന്നത്. ഭീഷ്മരുടെ സ്തുതി ഭാഗവതത്തിൽ ഭക്തി നിർഭരമായിട്ടുള്ള സ്തുതിയാണ്. അവസാനത്തെ ആ ശ്ലോകം, ആ തമിമഹം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ശ്ലോകത്തിലാണ് ഭീഷ്മരുടെ പ്രാണൻ ഭഗവാനിൽ ലയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. യുദ്ധരംഗത്ത് നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഭീഷ്മർ ശരശയ്യെ കിടന്നു, നമ്മുടെ ദേഹത്ത് അമ്പുകൾ കൂർത്തുമുറുത്ത അമ്പുകൾ തുളച്ച് കയറിയിട്ട് നമുക്ക് എത്ര തന്നെ നേരം കിടക്കാൻ സാധിക്കും? തല ഇങ്ങനെ കിടക്കുക തൂങ്ങിയിട്ട്. അപ്പോൾ പാണ്ഡവന്മാർ അടുത്ത് വരുന്ന സമയത്ത് എല്ലാവരും ആ വീണ് കഴിഞ്ഞ ഉടനെ, പിതാമഹൻ വീണ് കഴിഞ്ഞ ഉടനെ, അന്ന് ദുര്യോധനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയമാണ്, എല്ലാവരും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. 10ാമത്തെ ദിവസം തല തൂങ്ങിക്കിടക്കണോ, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, പറയും. അങ്ങനെ കിടക്കുകയല്ലേ, ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഉടനെ ദുര്യോധനൻ പട്ടുതലേണയൊക്കെ കൊണ്ടുവരും. അപ്പോൾ ചീറും ഭീഷ്മർ, ഒരു യോദ്ധാവിന് തരുന്ന തലേണയാണോ ചോദിക്കും. അർജുന എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴാണ് അർജുനൻ 3 ശരങ്ങൾ കൊണ്ട് തല അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊക്കി നിർത്തി കൊടുക്കും. ആ കൂർപ്പിലാണ് തല വെച്ചിട്ടാണ് കിടക്കണത്. അപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുക. അങ്ങനെ അദ്ദേഹം പിന്നീടുള്ള 8 ദിവസങ്ങളും ഈ പൊടിപടലം, രക്തം, മജ്ജ, മാംസങ്ങൾ ചെതറിത്തെറിക്കണ അന്തരീക്ഷത്തിൽ രാവും പകലും, പകൽ കൊടും ചൂടും രാത്രി കൊടും തണുപ്പുള്ള ആ നോർത്ത് ഇന്ത്യയിലെ വിൻ്ററിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ യുദ്ധം നടക്കുന്ന സമയമാണ്, ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഗീതോപദേശം നടന്നത്. ഇപ്പോൾ ഭീഷ്മർ തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ഇതൊക്കെ. ഇതിൻ്റെ 10ാമത്തെ ദിവസമാണ് അദ്ദേഹം വീഴുന്നത്. അത് കഴിഞ്ഞ് മകരവിളക്ക് വരെ, ഉത്തരായണം തുടങ്ങണത് വരെ അദ്ദേഹം പടക്കളത്തിൽ കിടന്നിട്ടുണ്ട്. ശരീരത്തിൽ അനവധി മുറിവുകളാണ് ഭീഷ്മരുടെ. ലോകകണ്ടകനായിട്ട് അവസാനത്തെ 3 ദിവസത്തെ യുദ്ധം അതിഭീകരമാണ്. ഈ ദുര്യോധനൻ അദ്ദേഹത്തെ ഭർഷിക്കും. നിങ്ങൾക്ക് കൂറ് അവിടെയും ചോറ് ഇവിടെയാണെന്ന് പറയും. ഉള്ളു കുത്തി പറയുമ്പോഴാണ്, എന്നാൽ ഇന്ന് ഞാൻ ഇനി പടകുടീരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പാണ്ഡവന്മാരുടെ ഉന്മൂലനാശം വരുത്തിയിട്ടേ വരുള്ളൂ എന്ന് പറയും.
436 വയസ്സുള്ള ഒരു പിതാമഹൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കൂ. തൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടി വരികയാണ്. ഒരു സങ്കരമായിട്ടുണ്ടായിട്ടുള്ള വംശത്തിൽ വന്ന ഒരു ചെക്കൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങ് ഈ കിരീടം ധരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ലായിരുന്നു എന്ന്. നിങ്ങളുടെ അച്ഛൻ്റെ കാമത്തിന് നിങ്ങൾ വഴിപ്പെട്ടിട്ട് നിങ്ങൾ അച്ഛനെ സുഖിപ്പിക്കാനെന്ന് വേണ്ടി വലിയൊരു പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞയുടെ ദുഷിച്ച ബലമാണ് നിങ്ങൾ ജനങ്ങളെ മറന്നു. ഒരു രാജകുമാരൻ്റെ ആദ്യത്തെ ധർമ്മം ജനങ്ങളോട് അച്ഛൻ്റെ കാമം തീർക്കാനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ സങ്കരവർഗം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞു. സങ്കരവർഗമല്ലേ, വംശത്തിൽ സങ്കരത്വം വന്നുകൊണ്ടല്ലേ, കലർപ്പ് വന്നുകൊണ്ടല്ലേ ഭാരതത്തിൽ യുദ്ധം ഉണ്ടായത്. ഭഗവാന്റെ ഒബ്സർവേഷൻ എത്ര കറക്റ്റാന്ന് നോക്കൂ. ആ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നാണ് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തത്. ഭീഷ്മരുടെ ആയുധം വീഴ്ത്തുന്നു ഭഗവാൻ. ഇത് അന്യോന്യം ഉണ്ടായ പ്രതിജ്ഞകളാണ്. അത് ആ സ്തുതിയിൽ വരുന്നുണ്ട്. എന്നെക്കൊണ്ട് ആയുധം വെപ്പിക്കുന്നു, അവനെക്കൊണ്ട് ആയുധം എടുപ്പിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു. ഭക്തൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ അവൻ ആയുധം എടുത്തു. ആ ലോകകണ്ടകനായിട്ട് അതേ രാത്രി പടകുടീരത്തിലേക്ക് തിരിച്ചൊന്നും പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് തലയെ കൊണ്ടുവന്നിട്ട് കലശം ഒഴിച്ചു കൊടുക്കും. രാവിലെ ആകുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് കുളിയാം, പടച്ചട്ട പോലും മാറ്റുന്നില്ല. അങ്ങനെയാണ് അവസാനത്തെ 3 ദിവസത്തെ യുദ്ധം വിട്ടു. ഉറക്കമൊന്നുമില്ല. 436 വയസ്സാണ് ഭീഷ്മർക്ക്. യുദ്ധം നടക്കുമ്പോൾ ആ സംഹാരരുദ്രനെ പോലെ ഇങ്ങനെ പടക്കളത്തിൽ രാവും പകലും നിൽക്കുകയാണ്. അവസാനത്തെ ദിവസം അർജുനൻ്റെ തവിട് പൊടിയാക്കും. അർജുനൻ മരിക്കുന്നുള്ള അവസ്ഥയാവും. അർജുനൻ്റെ ശരീരം മുഴുവൻ കീറും. ഭഗവാന്റെ ദേഹത്ത് മുഴുവൻ അസ്ത്രങ്ങൾ, ഭഗവാന്റെ ദേഹമൊക്കെ പൊട്ടി ചോര വരുന്നത്. അവസാനം അർജുനൻ്റെ മസ്തകത്തിലേക്ക് അമ്പ് തൊടുക്കണത് മനസ്സിലാക്കിയപ്പോഴാണ് ഭഗവാൻ തേർത്തട്ടിൽ നിന്ന് ഒരു കാല് കുത്തി ചാടി അവിടെ കിടന്നൊരു തേർച്ചക്രം എടുത്തിട്ട് അടിക്കാൻ പോണത് ഭീഷ്മരെ. അത് പിൽക്കാലത്ത് സുദർശനം എടുത്തു എന്നൊക്കെ ആക്കി. സുദർശനമൊന്നും എടുത്തിട്ടില്ല, തേരിൻ്റെ ചക്രം എടുത്തത്. തേരിൻ്റെ ചക്രം എടുത്തിട്ട് അതിൽ വ്യാസൻ എഴുതിയിട്ടുള്ള വരി ഭാരതം പറയണം. അവിടെ മരതകത്തിൻ്റെ പർവ്വതം ഇടിമിന്നൽ പോലെ കാർമേഘത്തിൻ്റെ അകത്ത് കൂടെ കടന്നു പോകണ പോലെയാണെന്ന് പോയത്. ഭഗവാൻ കടന്നു പോകണത് ആ ചക്രം എടുത്തിട്ട്. ഭീഷ്മർ അത് കണ്ട ഉടനെ മാധവ നിൻ്റെ കൈ കൊണ്ടുള്ള മരണം അഭികാമ്യം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആയുധങ്ങൾ ഇട്ടിട്ട് തേർത്തട്ടിൽ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കൊടുത്തു. എന്നെ അടിച്ചു കൊന്നോന്നും പറഞ്ഞു. അർജുനൻ പോയി കാലിൽ പിടിച്ചിട്ടാണ് കൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ ഭാഗത്തിന് ഇവിടെ അനുസ്മരിക്കുന്നുണ്ട് ഈ സ്തുതിയിൽ. വിസ്തരിച്ചിട്ട് ഭാഗവതം പറയണില്ലെങ്കിലും ഈ കഥ നമ്മൾ അറിയുമ്പോൾ ആ സ്തുതിയിൽ നമ്മൾ അത് അനുസ്മരിക്കണം. ഭഗവാനെ ശരിക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നൊരു ഭീഷ്മരുണ്ട്. ഭഗവാൻ അങ്ങോട്ട് നീങ്ങി നിന്ന് കൊടുക്കും അടുത്തേക്ക്. അപ്പോഴാണ് ചതുർബാഹുവായിട്ട് കാണുന്നത്. ആ ഭഗവാനെ സാക്ഷി നിർത്തിയിട്ടാണ് 120 അധ്യായങ്ങളായിട്ട് അനുശാസന പർവ്വത്തിൽ ഭാരതത്തിൽ ഈ രാജ്യതന്ത്രം മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ടും ചോദിക്കുക ഏറ്റവും വലിയ ധർമ്മം എന്താ എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമാണ് ഈ സ്തുതി ഭാഗവതത്തിൽ ഈ പ്രധാന സ്തുതി വരുന്നത്. ഈ സ്തുതിയുടെ അവസാനത്തിൽ ഭീഷ്മരുടെ പ്രാണൻ ഭഗവാനിൽ ലയിക്കുകയാണ്. മോക്ഷമാണ് ഭീഷ്മരുടെ മോക്ഷമാണ് ശരിക്കും ഈ ഭാഗത്ത്. ആ ഭീഷ്മപിതാമഹനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ഭാഗവതം തുടങ്ങുമ്പോഴൊരു ശ്ലോകം, ആ ശ്ലോകത്തിനെ 10 മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 10 മിനിറ്റ് പറയേണ്ടതല്ല, എത്ര പറഞ്ഞാലും തീരില്ല, ചിലപ്പോൾ ദിവസങ്ങളെടുത്താലും തീരില്ല. ചൂരണ്ണാക്ക് എത്രയോ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ് ജന്മാദ്യസ്യേതോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞു ബ്രഹ്മസൂത്രത്തിൻ്റെ 1-ാമത്തെ ശ്ലോകം അഥാതോ സൂത്രം അഥാതോ ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹമാണ് ആദ്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഒരാൾക്ക് ചുമ്മാ കയറിയിട്ട് വഴി കൂടെ പോകണം, എടുത്തിട്ട് പറഞ്ഞുതരാം ബ്രഹ്മം എന്താ, കമോൺ, കാര്യമില്ല. ഉള്ളിൽ തോന്നണം. ഉള്ളിൽ തോന്നാണ്ട് ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല. 2 ശരി എന്നാൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ള എല്ലാം അവിടുന്ന് അങ്ങോട്ടല്ല, ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളതെല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് ബ്രഹ്മസൂത്രത്തിൽ. ബാക്കി ചിന്തിക്കാൻ വിട്ടിരിക്കുക. അത് ചിന്തിച്ചതാണ് ഭാഗവതം. നോക്കൂ, 2-ാമത്തെ സൂത്രം മാത്രം എടുത്ത് ചിന്തിച്ചതാണ് ഭാഗവതം. ജന്മാദ്യസ്യേതോന്വാദേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത് സൂര്യ തേജോവാരിവൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ വൃഷാ ധാംനാസ്വേന സദാതിരസ്തഗുഹം സത്യം പരം ധീമഹി. നമുക്ക് ആ സത്യം, പരമമായിട്ടുള്ള ആ സത്യത്തെ ധ്യാനിക്കാം. അതാണ് സത്യം പരം ധീമഹി. എൻ്റെ ബുദ്ധിയിൽ ആ പരമസത്യം ഉറച്ചിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അത് അവസാനിക്കുന്നത്. അതെങ്ങനെയാണ് ആ പരമസത്യം? അത് ആരാണോ ത്രിസർഗങ്ങളിൽ നിന്നും മൂലകാരണമായിട്ടിരിക്കുന്നത്. ത്രിസർഗച്ച സൃഷ്ടി, സ്ഥിതി, സംഹാരം. ആരിൽ നിന്നാണോ
കാണാവുന്നതും കാണാത്തതുമായിട്ടുള്ള കാരണങ്ങളുണ്ടായത്. എന്തൊരു സംഭവം നടക്കണേനും വിസിബിളായിട്ടൊരു കാര്യം ഉണ്ടാവും, വിസിബിൾ അല്ലാത്തൊരു കാരണമുണ്ടാവും. ഇപ്പോൾ തീപ്പെട്ടി എടുത്തു, ഉരച്ചു, കൊളുത്തി, തീ കണ്ടു. തീക്ക് നമുക്ക് കാണാവുന്ന റിയാക്ഷൻ, അതിൻ്റെ കാരണം തീപ്പെട്ടി കൊള്ളിയെടുത്ത് ഉരച്ചു. കാണാത്ത അതിലെ കെമിക്കൽ റിയാക്ഷനാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും ഒരു സംഭവത്തിൽ. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഇതിന് കാണാവുന്നൊരു കാരണം ഉണ്ടാവും, കാണാത്ത കാരണങ്ങളും ഉണ്ടാവും. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഏത് എപ്പിസോഡ് എടുത്താലും എന്തവസ്ഥ എടുത്താലും കാണുന്ന കാരണം ഉണ്ടാവും, കാണാത്ത കാരണം. അതിനൊക്കെ കാരണമായിട്ടിരിക്കണവൻ എന്ന് പറയണം. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം. അവൻ വിഷ്ണു. വിഷ്ണു എന്നുള്ള ശബ്ദത്തിന് അർത്ഥമാണ്. വിഷ്ണു സഹസ്രനാമം ശരിക്കും അതാണ്. നിരാകാരമായിട്ടുള്ള ബ്രഹ്മത്തെ ഓം എന്ന് നമ്മൾ പറഞ്ഞു. അത് ആദ്യം പഞ്ചഭൂതാത്മകമായിട്ടുള്ള വിശ്വം ആയി. അതിൻ്റെ അകത്തേക്ക് ഭഗവാൻ വ്യാപിക്കുന്നു. യോമേ അന്തപ്രവിശ്യ വിഷ്ണു. ഇനി പ്രവർത്തിക്കാൻ തുടങ്ങണു. അതിന് യജ്ഞരൂപമായിട്ടുള്ള മന്ത്രം കൊടുത്തിരിക്കുന്നു. വഷട്കാര. വഷട്ട് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഹോമിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ഉണ്ടായി. ശരിക്കും സർവപ്രഹരണായുധ എന്ന് വന്ന് അവസാനിക്കുമ്പോഴേക്കും സൃഷ്ടിക്കപ്പെട്ട് നിലനിന്ന് സംഹരിക്കണ വിശ്വത്തിൻ്റെ മൊത്തം ഗുണത്തിൻ്റെ ഒരു ആവൃത്തി അവിടെ ഈ 1000 നാമങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കണം. വിഷ്ണു സഹസ്രനാമത്തെ അന്തസത്തയാണ് ശരിക്കും പറഞ്ഞ ജന്മാദ്യസ്യതോ എന്നുള്ള ഈ ഒറ്റ ശ്ലോകം. അവൻ തന്നെയാണ് വേദത്തിൻ്റെ അർത്ഥത്തെ ആദ്യം വെളിവാക്കിയത്. അവൻ ആരെയും ആശ്രയിച്ചിട്ടല്ല നിൽക്കണം, അവൻ സ്വയം ആശ്രയിച്ച് നിൽക്കണം. അവൻ സ്വതന്ത്രനാണ്. ബ്രഹ്മാവിന് ആദ്യമായിട്ട് വേദജ്ഞാനം പറഞ്ഞു കൊടുത്താണ്. വേദം വെച്ചാൽ അറിവ് എന്നേ അർത്ഥമുള്ളൂ. എന്താ അറിവ് എന്ന് ചോദിച്ചാൽ ഞാനും നീ ഒന്നാണ്, വ്യത്യാസമില്ല, ഇത്രയേ ഉള്ളൂ. ഇതിനെ വിപുലീകരിച്ചുണ്ടാക്കിയതും ഈ കണ്ട ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും മാർഗങ്ങളും പദ്ധതികളും ദേവതകളും ഒക്കെ. ഇത് തിരിച്ചറിയാതെ ബാക്കി എത്ര ശാസ്ത്രജ്ഞാനം പഠിച്ചിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലൊക്കെ ചണ്ടാളൻ പറയണ വ്യാധഗീത വരെ ഉണ്ടാവുന്നത്. വ്യാധഗീത എന്ന് പറഞ്ഞിട്ടൊരു ഗീതയുണ്ട്. ഏകദേശം 12ഓളം ഗീതയുണ്ട് മഹാഭാരതത്തിൽ. ഭഗവാന്റെ തന്നെ 3 ഗീതയാണ്. നമ്മളറിയണ ഭഗവത്ഗീത പ്രസിദ്ധം. ഉത്തരഗീത അനുഗീത വേറെയാണ്. അനുഗീത യുധിഷ്ഠിരനോടും ഉത്തരഗീത അർജുനനോടും പറഞ്ഞു കൊടുക്കണം. അത് കൂടാണ്ട് വേറെ അനവധി ഗീതകളുണ്ട് ഭാഗവതത്തിലുണ്ടല്ലോ. ഹംസഗീത, ഇളഗീത, അവധൂതഗീത, അല്ലേ, എത്രയോ ഗീതകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഉദ്ധവഗീത. അങ്ങനെ ബ്രഹ്മാവിന് ഇത് ആദ്യം പറഞ്ഞു കൊടുത്തവൻ. ആ പറഞ്ഞു കൊടുത്താണ് ചതുശ്ലോകി. അഹമേവാസമേവാഗ്രേ നാന്യദ്യല്ല സത്പരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഈ പറഞ്ഞു കൊടുത്ത. ആ പറഞ്ഞു കൊടുത്തതിനെ അനുസ്മരിക്കുകയാണ് ഇവിടെ. അതാണ് ഈ പറയുന്ന ഈ വസ്തുവിനെയാണ് ഇന്നും ഋഷിമാർക്ക് മനസ്സിലാവാത്തതെന്ന്. അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മുടെ കാര്യമോ? അവർക്കേ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യമോ? ഈ കാണായ പ്രപഞ്ചം അഗ്നി കൊണ്ടും ജലം കൊണ്ടും വായു കൊണ്ടും പഞ്ചഭൂതാത്മകമായിട്ട് നിലനിൽക്കുന്നത് അവനിൽ തന്നെയാണ്. അവൻ തന്നെ സകലതിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഓരോ ഭൂതത്തിൻ്റെയും അന്യോന്യമുള്ള പരസ്പരമുള്ള പല വിധത്തിലുള്ള അനുപാതങ്ങളിലുള്ള ചർച്ച കൊണ്ട് പല റേഷ്യോസിലാണ് ചേർന്നിരിക്കുന്നത്. ചിലതിൽ അഗ്നി കൂടുതലായിരിക്കും, ചിലതിൽ ഭൂമിതത്വം കൂടുതലായിരിക്കും, ചിലതിൽ ജലതത്വം കൂടുതലായിരിക്കും. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടി വസ്തുക്കൾ. ഇതിൽ ധ്യാന രഹസ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും യോഗികൾക്ക് ധ്യാനിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ധ്യാനിക്കാതിരിക്കുമ്പോൾ ചിലവർക്ക് ചിലതരം ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിന് ഗുരുനാഥന്മാർ അറിഞ്ഞു പറഞ്ഞു കൊടുക്കും. നിൻ്റെ ശരീരത്തിൽ ഇന്ന എലമെൻറ്റിനെ അധികരിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത് കുറവാണ്. ചിലർക്ക് ജലതത്വം കൂടുതലായിരിക്കും. ജലതത്വം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കയ്യും കാലും വളരെ പെട്ടെന്ന് കോച്ചി വലിക്കുക. അതുപോലെ വായുവിലും അത് വരും, പക്ഷെ കോച്ചി വലിക്കുക. ഒരു ഇളക്കമുണ്ടാവും മൊത്തത്തിൽ. വായു തത്വം കൂടിയിട്ടുള്ള ആൾക്കാർക്ക് കയ്യും കാലും അടക്കിയിരിക്കാൻ പറ്റില്ല. അവർ കാലാട്ടിക്കൊണ്ടും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും. അത് വായുതത്വത്തിൻ്റെ ഒരു അധികരിച്ച് നിൽക്കുന്ന സമയത്താണ്. ഞാൻ വളരെ ജനറലായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടല്ല. അപ്പോൾ ഇവർ പറയും ഈ തത്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറയും, ഇതിനെ ക്ലിയർ ചെയ്യാൻ പറയും. അത് ക്ലിയർ ചെയ്താൽ നിൻ്റെ ധ്യാനം ഉറയ്ക്കും, നിനക്ക് സ്റ്റെബിലിറ്റി കിട്ടും എന്ന് പറയും. നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോരുത്തർക്കും ഇത് അധികരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന എലമെൻറ്റുകൾ എന്താ? ചിലർക്ക് ഭയങ്കര കോപമായിരിക്കും, ചിലർക്ക് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. കോപം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം അഗ്നിയായിരിക്കും കൂടുതൽ, ഒരു സംശയവും വേണ്ട. പൃഥ്വിതത്വം ചിലപ്പോൾ വല്ലാണ്ട് കുറഞ്ഞിട്ടോ വല്ലാണ്ട് അധികരിച്ചോ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുതരം ജഡത്വം ഉണ്ടാവും.
ഇങ്ങനെ ധും നിർത്തിയിരിക്കും. ആലസ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് അവനവനെ ഒബ്സർവ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നാരദനെയാണ് നമുക്ക് ആവശ്യം, സാക്ഷി. അവനവനെ ഒബ്സർവ് ചെയ്യണം. അവനവനെ ഒബ്സർവ് ചെയ്യണതിനാണ് ഈ നാരദൻ എന്ന് പറയുന്നത്. ഇന്നലെയും ഞാൻ പറഞ്ഞു, ആ സാക്ഷിഭാവത്തിനെ മാക്സിമം സ്വാംശീകരിക്കണം. എന്നിട്ട് പറയുക, അവൻ്റെ സ്വതവേയുള്ള ആ തേജസ് കൊണ്ടാണ്, തേജോവാര്യമൃതാം, സ്വതവേയുള്ള തേജസ് കൊണ്ട് അവനല്ലാത്ത വസ്തുവായിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തില്ല. പക്ഷെ അവനല്ലാത്തതാണ് മറ്റുള്ളത് എന്നാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നത്. അതിനെയാണ് അറിവില്ലായ്മ, അവിദ്യ എന്ന് വിളിക്കുന്നത്. ദുന്തുകാരുടെ മുളയിലെ 7ാമത്തെ മുട്ട് അത് പൊട്ടണം നമുക്ക്. അത് പൊട്ടിക്കാൻ അവനെ ഭജിക്കുക വേണ്ടത്. അവൻ നമ്മളെ സകലവിധ മായയെന്നും മോചിപ്പിക്കുന്നു, ഡെല്യൂഷൻസിൽ നിന്നും ഇഗ്നോറൻസിൽ നിന്നും നമ്മളെ പുറത്ത് കിടത്തുന്നു എന്ന് പറയണം. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് 3 പ്രധാനപ്പെട്ട, 3 ഒരു 6ഓളം പ്രധാനപ്പെട്ട തത്വങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, സത്യം തന്നെയാണ് പരമം, പരമം തന്നെയാണ് സത്യം. സുപ്രീം റിയാലിറ്റി എന്ന് പറയും നമ്മൾ. സുപ്രീം എന്നുള്ളതൊന്നും ശരിയായ വാക്കല്ല ഇംഗ്ലീഷിൽ, പക്ഷെ നിവൃത്തിയില്ല, വേറെ വാക്കില്ല പറയാൻ. 2, സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിൽ തന്നെ ഉണ്ടായി, അതിൽ തന്നെ നിന്ന്, അതിൽ തന്നെ ഒടുങ്ങണം. അവസാനം ചെല്ലുമ്പോൾ ഉദ്ധവനോട് പറയും, ഉദ്ധവ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും നിലനിന്നിട്ടില്ല, ഒന്നും നശിച്ചിട്ടില്ല. ഉണ്ടായതായി തോന്നുന്നത് ബ്രഹ്മാവിൻ്റെ മായ, നിലനിൽക്കുന്നതായി തോന്നുന്നത് വിഷ്ണുവിൻ്റെ മായ, സംഹരിക്കപ്പെട്ടതായി തോന്നുന്നത് രുദ്രൻ്റെ മായ, വാസ്തവത്തിൽ എല്ലാം മായ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഉദ്ധവോപദേശത്തിൽ പോയിട്ട് സമർപ്പിക്കും. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ, ഈ വിളക്ക് നോക്കുമ്പോൾ വിളക്ക് അവിടെയുണ്ട്, ഇങ്ങോട്ട് മാറ്റിയാൽ ഇല്ല. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സ്ഥിതിയിലാണ്, നമ്മൾ ഇങ്ങോട്ട് മാറ്റിയാൽ അത് സംഹരിക്കപ്പെട്ടു. പിന്നെ വിളക്ക് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നില്ല. നമ്മൾ കാണുന്നതേ ഉള്ളൂ, അത് സൃഷ്ടി. കണ്ടുകൊണ്ടിരുന്നാൽ സ്ഥിതി, കണ്ണെടുത്താൽ സംഹാരം. ഈ സൂക്ഷ്മ തലത്തിലേക്ക് മനസ്സിലാക്കിക്കലിനാണ് ഇനി 12 സ്കന്ധം, 10 സ്കന്ധം പോകാൻ പോകണം നമ്മൾ. ഈ 10 സ്കന്ധത്തിലേക്കുള്ള യാത്ര ഇതിനാണ്. അപ്പം മായ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിത്ത് ഇവിടെ ഇട്ട് വയ്ക്കുന്നു. ധ്യാനം എന്താണെന്നും ധ്യാനത്തിലൂടെ മോക്ഷം എങ്ങനെ കിട്ടണം എന്നുള്ള എൻ്റെ വിത്തുകൾ ഇവിടെ ഇട്ട് വയ്ക്കുന്നു. ഇതിനെ അദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാം, വിശിഷ്ടാദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാം, ദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാം, ശുദ്ധാദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കാം. എങ്ങനെ വ്യാഖ്യാനിച്ചാലും സത്യം മാറുന്നില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ വെറുതെ കിടന്ന് തമ്മിത്തല്ലിയാണ് നമ്മൾ. ഇപ്പോഴത്തെ ഭക്തിപ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന വിഡ്ഢിത്തരം തന്നെ അതാണ്, തമ്മിത്തല്ലിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവസാനം വേദത്തിൻ്റെ സത്തയാണ് ഭാഗവതം എന്ന് പറയാൻ ഗായത്രി മന്ത്രം, അകത്തുള്ള അന്തരാത്മാവായിട്ടുള്ള സവിതാവിനെ ധ്യാനിക്കണം. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗായത്രി മന്ത്രം, അത് വ്യാഹൃതി ചേരുമ്പോഴാണ് വെറും മന്ത്രം തത്സവിതുർവരണ്യം എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അതേ അർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വയ്ക്കണം, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ചിന്തയോട് കൂടിയിട്ട് നമുക്ക് ഭാഗവതത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. 9:30 വീണ്ടും പാരായണം തുടങ്ങും. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ.